പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം ഈ അനുഗ്രഹീതമായ നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തുമ്പമൺ ഷാരോൺ ഫെലോഷിപ്പയുടെ പല കൺവെൻഷനുകളിൽ അലക്സ് പാസ്റ്റർ ഇരിക്കുന്ന കാലം മുതൽ വന്ന് ശുശ്രൂഷിപ്പാൻ ലഭിച്ചിട്ടുള്ള നല്ല അവസരങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. കർത്താവിൻ്റെ വരവ് നമുക്ക് വേണ്ടി ഈ രാത്രി വരെ വൈകിപ്പിച്ചതുകൊണ്ടും എൻ്റെ സമ്മത്സരങ്ങളെ ഈ രാത്രി വരെ ദയ തോന്നി ദൈർഘ്യമാക്കി തന്നതുകൊണ്ടും ഒരു കൺവെൻഷനോടെ വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്, തൻ്റെ സഹധർമ്മയുടെ അനിയത്തിയാണ് എൻ്റെ ഭാര്യ. ആ നിലയിൽ ഞാൻ തമ്പിച്ചാനെന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത്. ബഹുമാനായ തമ്പിച്ചായൻ ചെല്ലക്കാട് സഭയുടെ ആദ്യകാല മെമ്പർമാരൊരാളാണ് ഞങ്ങളുടെ ഫിലിപ്പ് സാറ്. പ്രിയ സാറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നിച്ച് വേദി പങ്കിടാൻ ലഭിച്ച അവസരം ഒരു പദവിയായി ഞാൻ കണക്കാക്കുന്നു. ഈ രാത്രി ഈ യോഗം പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്ത സണ്ണി പാസ്റ്റർ തൻ്റെ മാതൃസഭയുടെ ശുശ്രൂഷകനായി 6 വർഷം റാന്നിയിലായിരിക്കാൻ എനിക്ക് ദൈവം ഇടയാക്കിയ അവസരത്തിൽ തൻ്റെ പിതാവും മാതാവും സഹോദരങ്ങളുമായി വളരെ അടുത്ത് ഒരു ഭവനം പോലെ ഇടപെടാൻ ദൈവം തന്നിട്ടുള്ള അവസരങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ദാസനെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരൊരു നീണ്ട നിര ഇവിടെയുണ്ട്. ഒരു ജനറൽ കൺവെൻഷൻ്റെ പ്രതീതി ഉളവാക്കുന്നത് പോലെ ദൈവദാസന്മാരുണ്ട്. എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ക്രൈസ്റ്റ് സിംഗേഴ്സ് ഞങ്ങളുടെ പ്രിയപ്പെട്ട PS രാജൻ പാസ്റ്റർ. ഞാൻ രക്ഷിക്കപ്പെട്ട 84 വരുന്ന കാലം മുതൽ PS രാജൻ പാസ്റ്ററുമായിട്ട് ആരംഭിച്ച ആത്മീക സ്നേഹബന്ധമാണ് ഈ കഴിഞ്ഞ 40 അധികം വർഷങ്ങൾ തുടരുവാൻ ദൈവമിടയാക്കി. ഞങ്ങളുടെ പ്രിയപ്പെട്ട പാസ്റ്റർ എനി ഇടയപ്പറമ്പിൽ ഉൾപ്പെടെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസന്മാർ, കടന്നു വന്ന വളരെ ബഹുമാന്യരായ ശ്രേഷ്ഠരായ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും അതിവേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവും എൻ്റെ ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഒത്തിരി ശബ്ദങ്ങളിങ്ങനെ നാട് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. റാന്നിയിൽ നിന്ന് ഇവിടെ വരെ വന്ന സമയം കൊണ്ട് ഒരു 10 മീറ്റിങ്ങുകളെങ്കിലും കടന്നാണ് വന്നത്. ഭയങ്കര ട്രാഫിക്കാണ്. ഒരിടത്ത് വികസനത്തിൻ്റെ കാര്യം, മറ്റൊരിടത്ത് ഭാവി വികസനത്തിൻ്റെ കാര്യം, ഒരിടത്ത് അവരവരുടെ ദൈവങ്ങളുടെ ഉത്സവം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടന്നു വരുന്നതിനിടയ്ക്കൂടെ വ്യത്യസ്തതയാർന്ന ദൈവശബ്ദം കേൾക്കാൻ നമുക്ക് ദൈവം ഒരവസരം ഒരുക്കിയിരിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ തേജോമയനായ നമ്മുടെ ആത്മ മണവാളൻ വാസ്തവമായി എഴുന്നള്ളി വന്നിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. എൻ്റെ നിലവിളി കാണാൻ ആരുമില്ലേ, എൻ്റെ കരച്ചിൽ കേൾക്കാൻ ആരുമില്ലേ എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന പലരുണ്ട്. പക്ഷെ നിങ്ങളെയെല്ലാം ഉള്ളതുപോലെ അറിയുക മാത്രമല്ല, ആ വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി ഈ യോഗത്തിന് അഭിഷക്തന്മാർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും മുമ്പേ വിടുതൽ തരാൻ കഴിവുള്ള കർത്താവ് നമ്മുടെ നടുവിലുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരാ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഏറെ പരിചിതമായ ഒരു വേദഭാഗം നമുക്ക് വായിക്കാൻ, 2 വേദഭാഗങ്ങൾ വായിക്കണം. ആരംഭത്തിൽ ധന്യനായ പൗലോസ് ലീഗ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം ഒരാൾ വായിക്കും. 16-ാം അധ്യായം 22-ാമത്തെ വാക്യം.
കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. ചേർന്ന് ആമോസിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. ആമോസിൻ്റെ പുസ്തകം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം കൂടെ. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഇത് ഞാൻ നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 2 വാക്യങ്ങൾ വായിച്ചു. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു. 2-ാമത്തെ വാക്യം, വരുന്ന നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കണ്ണടച്ചൊരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. നല്ല കർത്താവേ, നിന്റെ അഭിഷിക്തന്മാർ റീജനായി, സെക്ഷനായി, സെൻറ്ററായി, ലോക്കലായി ചേർന്ന് ഈ മൈതാനത്ത് വീണ്ടും ഒന്നിച്ചു കൂടി വന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു അവസരം തന്നല്ലോ. ഈ രാത്രി ഞങ്ങളോട് കൃത്യമായി ഇടപെടണമേ. ഞങ്ങളുടെ ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണല്ലോ. അതെ, അബ്രഹാം വിശ്വാസത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും ചേർന്ന് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിനായി കാത്തിരുന്നത് പോലെ അപ്പാ, ഞങ്ങളുടെ കാത്തിരിപ്പ് അവിടുത്തെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയാണല്ലോ. തടസ്സമായുള്ള ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ആഴമായ ഒരു കഴുകൽ, ഒരു ഒരുക്കം, ഒരു ശുദ്ധീകരണം ദൈവം ഞങ്ങൾക്ക് നൽകേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ദൂതുകൾക്കും വചന ശുശ്രൂഷയ്ക്കും വിരോധമായി ഈ ശബ്ദപരിധിയിൽ വ്യാപരിക്കുന്ന എല്ലാ ദുരാത്മ മണ്ഡലങ്ങളെ നിന്റെ അഭിഷക്ത ഗണം ഒരുമിച്ച് ഇന്ന് രാത്രി അമർച്ച ചെയ്യുന്നു. ഞങ്ങൾക്കായി ഇന്ന് രാത്രി ദൈവാത്മ മണ്ഡലം തുറന്നു തരണമേ. 7 ബലമുള്ള ക്രൂശിന് മറയുന്നു. ആത്മാവ് ഞങ്ങളെ നയിക്കും, മഹത്വം അങ്ങെടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കരവും നമ്മുടെ ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഒരു പക്ഷെങ്കിൽ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നതിൽ വച്ച് ഏറ്റവും ഭാഗ്യമുള്ളവർ നമ്മളാകാം. കാരണം നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ മരണം കാണാതെ രൂപാന്തരപ്പെട്ടെടുക്കപ്പെടുന്നവരുടെ ഗണത്തിൽ ഒരു പക്ഷെങ്കിൽ നമ്മൾ ഈ ബഹുഭൂരിപക്ഷം പേരും കാണാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അത്രമാത്രം നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഈ യോഗങ്ങളുടെ എല്ലാം പിമ്പിലെ ഒന്നാമത്തെ ലക്ഷ്യം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധ ഗണം വരവിനായിട്ട് ഒന്നുകൂടെ ഒരുങ്ങുക. 2, ഇതുവരെയും ഈ സത്യം ഗ്രഹിച്ചിട്ടും ഈ സത്യത്താൽ സ്വതന്ത്രരാക്കപ്പെടാത്തവരുണ്ടെങ്കിൽ അവർ ആ സ്വാതന്ത്ര്യം പ്രാപിക്കുക. നമ്മുടെ ഓരോ മീറ്റിങ്ങുകളും ദൈവനാമത്തിനും ദൈവരാജ്യത്തിനും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കൊരിന്ത്യ ലേഖനം 14 അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങൾ ക്രൈസ്തവ സഭയ്ക്ക് എഴുതി തന്ന ധന്യനായ പൗലോസ് ലീഗ എഴുതിയ ഏറ്റവും ശ്രേഷ്ഠമായ 2 ലേഖനങ്ങളാണ്. 1 കൊരിന്ത്യ ലേഖനവും 2 കൊരിന്ത്യ ലേഖനവും.
ഒരുപക്ഷേ ഇത്രമാത്രം മാതൃകയുണ്ടായിരുന്ന, ഇത്രമാത്രം കൃപാവരങ്ങൾ ഉണ്ടായിരുന്ന ഒരു സഭ ഒരുപക്ഷെ ഭൂമിയിൽ തന്നെ വേറെ കാണാൻ സാധ്യതയില്ല. 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസ്, അതെ, ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും, ആ പദം വളരെ ഗൗരവമുള്ളതാണ്. അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായിരിക്കുന്നവർക്ക്. ഇനി വായിച്ചുകൊണ്ടിരിക്കല്ലേ, ഞാൻ വായിപ്പിക്കേണ്ടിയപ്പോൾ ഇവിടെ വായിപ്പിക്കുകയോ അല്ലെ ഞാൻ വായിക്കുകയോ ചെയ്യാം. നമ്മൾ കുനിഞ്ഞിരുന്നാൽ ഈ കാലാവസ്ഥ കൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോ. അതുകൊണ്ട് ദയവായിട്ട് ആരും കുനിഞ്ഞിരിക്കരുത്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ആഴമായി ചിന്തിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കാനായിട്ടുണ്ട്. സന്തോഷമുണ്ട് ഒന്നുകൂടെ കർത്താവിനെ സ്തുതിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സഭയുടെ പ്രത്യേകത 5-ാം വാക്യം, ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ഉണ്ടായിരുന്ന സഭ. കൊരിന്ത്യർ സഭയുടെ 1-ാമത്തെ ഒരു യോഗ്യത യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യമുള്ള സഭയായിരുന്നു. ആ സാക്ഷ്യം എന്തുവാ? കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവ് വല്ലവനും നല്ലവനായിരുന്നു. ഈ ആഴ്ചയിലും വല്ലവനും നല്ലവനായിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട്, കഴിഞ്ഞ ആഴ്ച ഞാൻ വീണില്ല, ഈ ആഴ്ച വീഴാതിരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാം കൂടെ, ആ സാക്ഷിയല്ല, പ്രൈസ് ദി ലോർഡ്, ക്രിസ്തുവിൻ്റെ സാക്ഷ്യമുള്ള സഭ. 2, സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിരുന്ന സഭ. അവിടെ വന്ന് ഏതെങ്കിലും ഉപദേശി എന്തേലും പ്രസംഗിച്ചിട്ട് പോയാൽ വെറുതെ ഭാവന വിചാരിക്കണ്ട. വചനത്തിൻ്റെ വള്ളിയോ പുള്ളിയോ മാറ്റിയാൽ അത് പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്ന, സകല വചനത്തിലും നല്ല പരിജ്ഞാനമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ. വചനത്തിൽ സമ്പന്നരായിരുന്നെന്നാണ്. തീർന്നില്ല, ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭ. കൺവെൻഷന് പ്രസംഗിക്കണമെങ്കിൽ റാന്നി നാളിനെ വരുത്തണ്ട. ഇനിയും ഭൂതമിളകിയാൽ പുറത്തുനിന്ന് ആൾ വരണ്ട. ആ ഭൂതത്തെ ശാസിക്കാൻ ആൾ സഭയ്ക്കകത്തുണ്ട്. അതിന് ഭാര്യാപുരത്തുനിന്ന് ആളിനെ വരുത്തണ്ട. ഹലോ, സകല കൃപാവരത്തിനും കുറവില്ലാത്ത സഭ. തീർന്നില്ല, കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്ന സഭ. ഇന്ന് രാത്രി കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ഈ സഭയുടെ പ്രത്യേകത PR കിട്ടാൻ കാത്തിരിക്കുകയല്ല, എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് കാത്തിരിക്കുകയല്ല, വിസ അടിക്കാൻ കാത്തിരിക്കുകയല്ല. ഇവരുടെ കാത്തിരിപ്പ് മുഴുവൻ ആർക്ക് വേണ്ടിയാണ്? അവരാ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു കർത്താവ് അവരെ ചേർക്കാൻ വരുമെന്നുള്ള വലിയ പ്രത്യാശ. നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ കുറഞ്ഞു പോയതും അവർക്ക് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതുമായ പ്രത്യാശയാണ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്. നല്ലൊരു ഹല്ലേലൂയ പറയണം. നമ്മളൊന്ന് ഇളകണമെങ്കിൽ ഇന്ന് രാത്രി 38 വർഷത്തെ പക്ഷപാതക്കാരൻ കിടക്കെടുത്തുകൊണ്ട് ഓടിപ്പോയി കാര്യം ഞാൻ പ്രസംഗിക്കാമെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ആത്മാവിലാകും. ഇനി അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ അറിഞ്ഞിട്ട് 18 വർഷം കൂനയായ അമ്മച്ചി നേരെ നിന്ന കാര്യം ഞാൻ പ്രസംഗിക്കാമെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ആത്മാവിലാകും. അതും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു 12 വർഷത്തെ രക്തസ്രാവക്കാരിയായ കൊച്ച് വസ്ത്രത്തിന് തൊങ്ങലെ തൊട്ടപ്പോൾ സൗഖ്യമായ കാര്യം പറയാമെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാകും. ഇതൊന്നും വേണ്ട. നയിലെ അമ്മച്ചിയുടെ കൊച്ചിൻ്റെ ശവമഞ്ചത്തെ തൊട്ടപ്പോൾ കൊച്ച് എഴുന്നേറ്റ് ഓടിയ കാര്യം പറയാമെങ്കിൽ നമ്മളെല്ലാം സ്പ്രിങ് ആഷനിലാകും. പക്ഷെ ശ്രദ്ധിക്കണേ, ഇന്ന് രാത്രിയിൽ നമ്മൾ അതിനേക്കാളൊക്കെ അറിയേണ്ട കാര്യം നമ്മുടെ കർത്താവിൻ്റെ വരവാണ്. ഞാൻ ആ തുടക്കത്തിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇന്ന് രാത്രി കർത്താവ് വന്ന ഞാൻ കൃത്യമായിട്ട് പോയിരിക്കും എന്നുറപ്പുള്ള ദൈവപൈതൽ കരം ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറയണം.
കണ്ടോ, ചിലർ നല്ല ശബ്ദത്തിൽ പറഞ്ഞ പ്രത്യാശ കേൾക്കുമ്പോൾ നമുക്കറിയാം. ചിലരൊക്കെ ഇങ്ങനെ അബദ്ധം പറ്റിപ്പൊക്കുന്ന പോലെ പൊക്കും. ഇന്ന് രാത്രി അബദ്ധം പറ്റല്. ഇന്ന് രാത്രി നിന്റെ അകത്തെ മനുഷ്യൻ ധൈര്യത്തോടെ പറയണം, എൻ്റെ ഭർത്താവ് പോകുകയോ പോകാതിരിക്കുക അത് അങ്ങേരുടെ കാര്യം, എൻ്റെ പെണ്ണുമ്പിള്ള പോകാതിരിക്കുകയോ പോകുകയോ അത് അവരുടെ കാര്യം, എൻ്റെ മക്കൾ പോകുകയോ പോകുക എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ കർത്താവ് വന്നാൽ ഞാൻ പോയിരിക്കും എന്നുറപ്പുള്ളവരുണ്ടെങ്കിൽ അവരെ കരമൊന്നടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കണമേ. ആത്മാർത്ഥ യോടെ മറ്റൊന്നും സാധിച്ചില്ലെങ്കിലും എന്റെ യേശു വന്നാ ഞാൻ പോകും. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ കാത്തിരിക്കുന്ന സഭ ഒന്ന് നന്നാക്കിയെടുക്കാൻ. ഇനി ഇതിക്കുള്ള യോഗ്യതയുള്ള സഭ എങ്ങുമില്ല. അത് തുമ്പോണായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് വെച്ചുച്ചറന്ന് ഇവിടെ വന്ന് ഞാൻ സഭയുടെ മെമ്പർഷിപ്പ് എടുത്തേനെ. ഈ സഭ ഇവിടെ ആയിരുന്നെങ്കിൽ ഞാൻ വന്ന് ഇവിടെ എന്ത് ചെയ്തേനെ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ പോയി എങ്ങും അങ്ങനെ ഒരു സഭ കാണാത്തതുകൊണ്ടാ എടുക്കാത്ത. ഈ സഭയൊന്ന് നന്നാക്കാൻ വേണ്ടി ഈ മനുഷ്യന് 29 അധ്യായങ്ങൾ എഴുതി. 29 അധ്യായങ്ങൾ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ തിരുവവതാരം തൊട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെ എഴുതാൻ നമ്മുടെ വിശുദ്ധനായ മത്തായിക്ക് 28 അധ്യായം മതിയായിരുന്നു. പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വന്നതും നമ്മുടെ കർത്താവ് ഒലിവുമലയിൽ സ്വർഗാരോഹണം ചെയ്തതും വന്ന ആത്മാവ് അഭിഷക്തന്മാരും കൂടെ 3.5 പതിറ്റാണ്ട് അത്ഭുതങ്ങൾ ചെയ്ത് എല്ലാം കൂടെ എഴുതാൻ നമ്മുടെ വൈദ്യനായ ഡോക്ടറായ ലൂക്കോസിന് 28 അധ്യായം മതിയായിരുന്നു. പക്ഷെ ഇത്രയും കൃപാവരമുള്ള സഭയെ, കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരുന്ന സഭയെ ഒന്ന് ഒരുക്കിയെടുക്കാൻ ഈ ഭക്തൻ 29 എഴുതേണ്ടി വന്നു. നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. 29 എഴുതിയിട്ടും ഒക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒടുവിൽ എഴുതിയ വാക്കാണ് കർത്താവിനെ സ്നേഹിക്കാത്തവനെല്ലാം. വാക്ക് നിങ്ങൾ പറ. കേട്ടില്ല? അത് ഞാൻ പറഞ്ഞെന്ന് പറയല്ല. എഴുതി തീർന്നിട്ടും ഗുണപ്പെടത്തില്ലെന്ന് കണ്ടപ്പോൾ രണ്ടാം വരവ് പ്രസംഗിച്ചതല്ല, താൻ ആ സങ്കടം കൊണ്ട് പറഞ്ഞടാ, കർത്താവിനെ സ്നേഹിക്കാത്തവനൊക്കെ ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു. അടുത്തിരിക്കുന്ന ആളിനോട് കൈ കൊടുത്ത് പറ, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ആ ധൈര്യത്തോടെ പറ. ഇന്ന് രാത്രി വിസ കിട്ടുന്ന കാര്യമല്ല, കൊച്ചിനെ കെട്ടിക്കുന്ന കാര്യമല്ല. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. കൈ കൊടുത്തിട്ട് രണ്ടാമത് പറ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് വരുന്നു. ഒന്ന് പറഞ്ഞേ, പ്രത്യാശ ഒന്ന് വർദ്ധിച്ചേ. ആ വരാൻ പോകുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങി കരമടിച്ച് ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ചേ. നമ്മുടെ കർത്താവ് വരുന്നു, നമ്മുടെ കർത്താവ് വരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ സഭയ്ക്ക് പറ്റിയതായ ഒന്നാമത്തെ പരാജയം? ദേവദാസനെ 10ാമത്തെ വാക്യം മുതൽ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്നു തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. സഭയ്ക്കുണ്ടാകേണ്ട 2 യോഗ്യത. ഒന്ന്, ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും കർത്താവിനെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഭിന്നത ഉണ്ടാക്കുന്നത് ആരാണ്? അതിന് മാന്തിയ പ്രശ്നത്തിനല്ല ഹാബേലിനെ കായീൻ കൊന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ആദാവും അവയും കൂടെ വീതം വെച്ച് നീ ഇത്രയും എടുത്തോന്നും പറഞ്ഞ് കായീനും ഇത്രയും ഹാബേലിനും കൊടുത്തപ്പോൾ അളവ് തെറ്റിപ്പോയെന്നും പറഞ്ഞ് അനുജനെ ചേട്ടൻ കൊന്നതല്ല. സ്തോത്രം. ഇവിടെ കൊല്ലാനുണ്ടായ കാരണം ഒരുത്തൻ ഏകാത്മാവിൽ ഏക മനസ്സിൽ ദൈവത്തെ ആരാധിച്ചു. അത് മറ്റോന് ഇഷ്ടപ്പെട്ടില്ല, അത്രേ പ്രശ്നമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവനെ നമുക്കിന്ന് ഗോസ്പൽ ടീമിന് പാമെന്നും പറഞ്ഞായിരിക്കും വയലിൽ കൊണ്ടുപോയി. എനിക്കറിയത്തില്ല വയലിൽ കൊണ്ടുപോയെന്ന്. ഏത് വയലാണെന്നറിയത്തില്ല. സുവിശേഷ വയലായിരിക്കും. സ്തോത്രം. അവിടെ വെച്ച് അവനെ കൊന്നു. ദൈവം ചോദിച്ചു, കായീനെ എന്തിയാടാ സഹോദരൻ?
അതിൻ്റെ മറുപടി, ഞാൻ എന്നാ അവൻ്റെ കാവൽക്കാരനാണ്. ഇന്ന് രാത്രി നമ്മോട് ചോദിക്കുന്നുണ്ടോ? കൂടെ ഇറങ്ങിയ സഹോദരനുണ്ടോ? കൂടെ ആരാധിച്ച സഹോദരി ഉണ്ടോ? കൂടെ എന്ന് ചോദിച്ചാൽ ഈ രാത്രി നമ്മുടെ മറുപടി എന്തായിരിക്കും? ഞാൻ ചിന്താക്കുഴപ്പമുണ്ടെന്ന് ഞാൻ മടങ്ങി വരുക. ശ്രദ്ധിക്കണം. ഈ സഭയ്ക്ക് എന്ത് പറ്റി? 11-ാമത്തെ വാക്യം, സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. ഏകാത്മാവിൽ ആരാധിച്ച ദൈവത്തിന്റെ സഭ, ക്രിസ്തുവിന്റെ കൂട്ടായ്മയിരുന്ന ദൈവത്തിന്റെ സഭ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ ദൈവമക്കൾ. ഹല്ലേലൂയ. അന്തരീക്ഷം ഒന്നും പോകത്തില്ല, നമ്മൾ ആരാധിച്ചിട്ടേ അവസാനിക്കത്തുള്ളൂ. പിന്നെ എന്നാലും അടിത്തറ ശരിയാകാതെ അടിച്ചിട്ട് കൈയടിച്ചിട്ട് കാര്യമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഒരു കൃപാവരത്തിന് കുറവില്ലാത്ത സഭ, ദൈവവചനത്തിൽ നല്ല പരിജ്ഞാനമുള്ള സഭ, സകല വചനത്തിലും നല്ല കൃപയുള്ള സഭ. നിങ്ങളുടെ ഇടയിൽ എന്നെ ഉണ്ട്, ഭിന്നതയുണ്ട്. 2, നിങ്ങൾ ഒരുത്തൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ യേശുവിന്റെ പക്ഷക്കാരൻ. ഇതിൽ എഴുതാത്തൊരു 5-ാമത്തെ ഗ്രൂപ്പുണ്ട്, നിഷ്പക്ഷക്കാരൻ. ഒരു പക്ഷത്തിലുമില്ല. അവനെയാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. സ്തോത്രം. അവൻ രാത്രി റീജനെ വിളിച്ച് പറയും, അച്ഛാ ഞാനൊരു ഗ്രൂപ്പിലും ഇല്ല, ഞാൻ വിളിച്ചെന്നും പറയണ്ട, പക്ഷെ പ്രശ്നം ഇന്നതാണ്. സ്തോത്രം. അവൻ വൈകിട്ട് സെക്ഷനെ വിളിച്ച് പറയും, അച്ഛാ ഞാൻ വിളിച്ചെന്ന് പറയല്ല, ഞാൻ ഒന്നിനകത്തുമില്ല, പിന്നെ അറിഞ്ഞത് പറഞ്ഞില്ലെന്ന് പറയരുത്. നേരം വെളുക്കും മുമ്പേ സെൻറ്ററിനെ വിളിച്ചവൻ ആ കാര്യം പറയും. രാവിലെ ലോക്കലിനോട് പറയും. ചുരുക്കി പറഞ്ഞ 4 ഗ്രൂപ്പിനകത്തും അവൻ അടി കൂടെ കളിക്കുക, പുറത്തില്ല. അവൻ്റെ പേരാണ് നിഷ്പക്ഷം. ആരാണ്? പ്രൈസ് ദി ലോർഡ്. ഏത് സഭയാണ്? ഒരു കൃപാവരത്തിന് കുറവില്ലാത്ത സഭ. ഇവിടെ ആള് കൂടിയത് ഇന്റർലോക്കിട്ട മൈതാനം കണ്ടല്ല. ഇവിടെ ആള് കൂടിയത് പെർമനന്റായ പന്തല് കണ്ടല്ല. ഇവിടെ ആള് കൂടിയ മനോഹരമായ ഹോളും പായസനജം കണ്ടല്ല. ഒന്നുമില്ലാത്തപ്പോൾ ഇവിടെ ആള് വന്നത് സഭയ്ക്കകത്തെ കൃപ കണ്ട. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം പാവങ്ങൾ, ആരാധിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധര്, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന ഒരു കൊച്ചു സഭ. അത് കണ്ട് പാരമ്പര്യങ്ങൾ വിട്ട്, അന്യാരാധനകൾ വിട്ട് ജനം ഇവിടേക്ക് വന്നപ്പോൾ സമൂഹം തള്ളി, സമൂഹം വെറുത്തു. ഹല്ലേലൂയ. പൊട്ടക്കൊല്ലത്തിൽ നിന്ന് വിളിച്ചു, ഹല്ലേലൂയ, അപമാനിച്ചു, കലക്കവെള്ളം കോരി ദേഹത്തൊഴിച്ചു, കൺവെൻഷൻ പന്തലിൽ ചാണകവെള്ളം കലക്കി ഒഴിച്ചു. ഹല്ലേലൂയ. സ്നാനപ്പെടുന്ന കടവിന്റെ മേളിൽ പട്ടിയെ മുക്കി സ്നാനപ്പെടുത്തി. പട്ടിയെ മുക്കി സ്നാനപ്പെടുത്തി ഒഴുകുന്ന വെള്ളത്തിൽ ഇവരെ മുക്കി. അങ്ങനൊക്കെ വന്നത് ഹോള് കണ്ടല്ല, ഇന്റർലോക്ക് കണ്ടല്ല, AC കണ്ടല്ല, സൂട്ടും കോട്ടും വിട്ട് ഉപദേശിയെ കണ്ടല്ല. ഒരു ഹല്ലേലൂയ പറയണം. അന്ന് ആള് വന്ന ഒറ്റ യോഗ്യത, ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭ. ഇന്ന് രാത്രി സഭയെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരു കൃപാവരത്തിന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഇന്ന് രാത്രി നഷ്ടപ്പെട്ടു പോയ ദൈവകൃപയുടെ ഒരു പകർച്ച സഭ തിരികെ പ്രാപിക്കേണ്ടതിന് ഓ റബല മനരബലബ ശാന്തരാധരാധര. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്കകത്ത് ആവശ്യമില്ലാത്ത ഗ്രൂപ്പിസം ഉണ്ടായി. സഭയ്ക്കകത്ത് പക്ഷങ്ങളുണ്ടായി. 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ സഭയ്ക്കകത്ത് ജഡീകന്മാർ കയറി. 3-ാം അധ്യായത്തിൽ വന്നപ്പോൾ ജഡീകന്മാർ പ്രാകൃതന്മാരായി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 4-ാം അധ്യായത്തിൽ വന്നപ്പോൾ പലയിടത്ത് മാറി മാറി കൂട്ടി ആരാധന തുടങ്ങി. 5-ാം അധ്യായത്തിൽ വന്നപ്പോൾ മനുഷ്യന് പോയി പറയാൻ കൊള്ളത്തില്ലാത്ത കാര്യം ഒരുത്തൻ അപ്പന്റെ ഭാര്യയെ വെച്ചോണ്ടിരിക്കുന്നു. 6-ാം അധ്യായം വന്നപ്പോൾ അതൊന്ന് വായിച്ചേരെ, സമയമില്ലാത്ത കൊണ്ട്. 6-ന്റെ 1. നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെയല്ല, അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ. 6-ാം അധ്യായമായപ്പോ സഭ കോടതി കയറി.
നിങ്ങളുടെ ആരുടെയും കാര്യം, ഞാൻ കൊരിന്തിലെ കാര്യം പറയുക. നിങ്ങൾ എന്നെ നോക്കി കണ്ണുരുട്ടി കാണിക്കണ്ട. കൊരിന്ത്യ സഭയിലെ കാര്യം പറയുക. ഒരല്ലേലൂയ പറയണം. സ്തോത്രം. 4-ാം അധ്യായത്തിൽ സഭ സ്വയം പ്രശംസിക്കാൻ തുടങ്ങി. അദ്ദേഹം വിട്ടുപോയി. ഒന്ന് വായിച്ച് ദേവദാസൻ 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. നിന്നെ വിശേഷിപ്പിക്കുന്നത് നിന്നെ വിശേഷിപ്പിക്കുന്നത് ആര്? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായോ? ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായോ? ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. അപ്പോസ്തലന്മാരെ കൂടാതെ, ശുശ്രൂഷകന്മാരെ കൂടാതെ, ഇടയന്മാരെ കൂടാതെ സ്വയം വാഴുന്നവരായോ? അയ്യോ അയ്യോ, നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണുവെങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങൾ വാണുവെങ്കിൽ കൊള്ളായിരുന്നു. ഒരല്ലേലൂയ രാത്രി പറയണം. ഈ സഭയ്ക്ക് എഴുതിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ പൗലോസ് എഴുതിയതാണ്, നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. 10-ാം അധ്യായം എന്നപ്പം വിഷയങ്ങൾ ആകെ തകിടം മറിഞ്ഞു. 10-ാം അധ്യായത്തിൽ പൗലോസ് സഭയോട് പറയുകയാണ്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന്. സഭയെ നടത്തേണ്ടത് മേഘമാണേ. എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. രാവിലെ ഇസ്രായേൽ മക്കൾ എഴുന്നേറ്റാൽ ഉടനെ ആദ്യം നോക്കുന്നത് മന്ന വീണോന്നല്ല, ആദ്യം നോക്കുന്നത് മേഘം മേളിലുണ്ടോ. മേഘം മേളിലില്ലെങ്കിൽ എന്നേരം കൂടാരക്കുറ്റി ഊരും, തകസ് തോറി ചുരുട്ടും, കാളവണ്ടിയെ കയറ്റും, കേറിയന്റെ ബാക്കി തോളത്ത് വെക്കും. പിന്നെ യാത്രയാ. അവർക്ക് മന്നയല്ല വിഷയം, മേഘമാ വിഷയം. അന്നവരെ നടത്തിയത് സൂപ്രണ്ട് അല്ല, ഡയറക്ടർ അല്ല, പ്രസിഡന്റ് അല്ല, ഓവർസർ അല്ല, ലോക്കൽ അല്ല, സെക്ഷൻ അല്ല. ഹലോ, അന്ന് സഭയെ നടത്തിയത് മേഘമാ. മേഘം നിന്നാൽ അവര് നിൽക്കും, മേഘം ചലിച്ചാൽ അവര് ചലിക്കും, മേഘം പോയാൽ അവര് പോകും. ഇന്ന് രാത്രി നിന്നെ നയിക്കേണ്ടത് പരിശുദ്ധാത്മാവ. കേട്ടോ, ഇന്ന് രാത്രി സഭയുടെ മേലെ നിൽക്കേണ്ടത് പരിശുദ്ധാത്മാവ. സന്തോഷമുണ്ട്, കരമടിച്ച് ഹല്ലേലൂയ പറയണം. സഭയെ നയിക്കേണ്ടത് ഏതെങ്കിലും മാനുഷിക കരങ്ങളല്ല, സഭയെ നയിക്കേണ്ടത് പരിശുദ്ധാത്മാവ. മേഘത്തിന്റെ പ്രത്യേകത സംഖ്യാപുസ്തകം വായിപ്പിക്കുന്നില്ല. ചിലപ്പോൾ സന്ധ്യയ്ക്ക് മേഘം നിൽക്കും, അവിടെ കൂടാരം അടിക്കും. പ്രഭാതത്തിന് മേഘം പുറപ്പെടും, എന്നേരം പോകും. എന്തൊരു കഷ്ടപ്പാടായ. സന്ധ്യയ്ക്ക് കൂടാരം അടിച്ചിട്ട് രാവിലെ കൂടാരം പൊടിച്ചോണ്ട് പോകാന്ന് പറഞ്ഞാൽ തമ്പിച്ചായ പണി വല്ലതും ഉണ്ടോ? ഹലോ, പണിത കൂടാരത്തിൽ ആ രാത്രി കിടക്കാനുള്ള സമയം കിട്ടി കാണത്തില്ല. എല്ലാം ഒന്ന് അടുക്കി പറക്കിയൊക്കെ വരുമ്പോഴത്തേന് പ്രൈസലോ. ചിലപ്പോ ഒരാഴ്ചയോ, ചിലപ്പോ ഒരു മാസമോ, ചിലപ്പോ ഒരു വർഷമോ മേഘം നിൽക്കും. ഒരു വർഷം മേഘം നിന്നാൽ ആ കൂടാരത്തിൽ ഒരു വർഷം പാർക്കാം. ഒരു മാസമാ മേഘം നിന്നതെങ്കിൽ ഒരു മാസം കൂടാരത്തിൽ പാർക്കാം. അപ്പൊ എത്ര ദിവസം പാർക്കണമെന്ന് തീരുമാനിക്കുന്ന മോശയല്ല, എവിടെ പാർക്കണമെന്ന് തീരുമാനിക്കുന്നത് അഹരോനല്ല. എവിടെ പാർക്കണമെന്നും എത്ര ദിവസം പാർക്കണമെന്നും തീരുമാനിക്കുന്നത് മേഘമായിരുന്നു. പകലിത് മേഘമാ, രാത്രി അത് നേരെ അഗ്നിത്തൂണാകും. ഒരു സ്തോത്രം പറയണം. അപ്പൊ ഇസ്രായേലിന്റെ മുമ്പിലെ നടത്തിപ്പെന്ന് പറയുന്നത് പകല് മേഘം, രാത്രി അഗ്നിത്തൂണ്. മേഘമുണ്ടെന്ന് ഉറപ്പാക്കിയാൽ കുനിഞ്ഞു നോക്കും, മന്ന വീണോന്ന്. പ്രൈസ് ദി ലോർഡ്. മേഘമില്ലെങ്കിൽ മന്ന വേണ്ട. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മേഘമുണ്ടെങ്കിൽ എന്ത് മതി? മന്ന മതി. അപ്പൊ ആദ്യം മേളിലോട്ട് നോക്കും, പിന്നെ താഴോട്ട് നോക്കും. നമ്മൾ എണ്ണീക്കുമ്പോഴേ പാക്ക് വീണോ, തേങ്ങ വീണോ, ഒട്ടുപാല് വീണോ, മൺപാലാണോ, എല്ലാം താഴോട്ടാണ് നോക്കുന്നത്. സ്വത്രം പറഞ്ഞാട്ടെ. എന്നാൽ ആദ്യം നോക്കേണ്ടത് മേഘം പോയൊന്നാ. മേഘം പ്രത്യേകിച്ച് ഒന്നും വേണ്ട. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. മേഘം പോകാൻ പ്രത്യേകിച്ച് ഒന്നും വേണ്ട. മേഘത്തിന്റെ കീഴെ രാത്രി കൂടാരത്തിരുന്നുകൊണ്ട് നമ്മുടെ മിരിയാമും നമ്മുടെ അഹരോനും കൂടെ സഹോദരൻ മോശയ്ക്കെതിരെ കുറെ കാര്യങ്ങൾ പെരക്കകത്ത് വെച്ച് പറഞ്ഞു. സ്വത്രം എടുത്തിട്ടത് മിരിയാമ.
മിരിയാൻ ചോദിച്ചു അഹരോനെ, എടാ അയാളെ മാത്രമേ ശുശ്രൂഷയ്ക്ക് വിളിച്ചുള്ളൂ. ആരാ? സ്വന്തം സഹോദരൻ. അയക്ക് മാത്രമേ കൃപയുള്ളൂ, അയാളെ പ്രവാചകനുള്ളൂ, നമ്മളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചല്ലേ. പിന്നെ അയാളീ കാണിക്കുന്ന പരിപാടി എന്തോ? അയാളെ കൂശ്യാ സ്ത്രീയെ കല്യാണം കഴിച്ചുകൊണ്ടൊന്ന് മോശമായി പോയില്ലേ? അവളെ എന്തിനു കാണാൻ കൊള്ളാമോ? അവിടെ കറുപ്പ് മാറ്റാനൊക്കെ, കൂശിന്റെ നിറം മാറ്റാമോ, പുള്ളിപ്പുള്ളിയുടെ തൊക്ക് മാറ്റാമോ? ഒരല്ലേ പറഞ്ഞേ. പെരയ്ക്കകത്തിരുന്ന് ചെറിയ ചർച്ച. സ്തോത്രം. നേരം വെളുത്തപ്പോൾ കൂടാരത്തിൽ നിന്ന് മേഘം മാറി. മേഘം മാറാൻ ആങ്ങളെയും പെങ്ങളും കൂടെ വീട്ടിൽ ചർച്ച ചെയ്താൽ മതി. മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? മേഘം മാൻ വേണ്ടി കൊടുങ്കാറ്റൊന്നും അടിക്കണ്ട. നിന്റെ ഭവനത്തിനകത്ത് രാത്രിത്തെ ചർച്ച, നിന്നെ മൂടി നിന്ന മേഘം രാവിലെ മാറും. ഇന്ന് രാത്രി സഭ ശ്രദ്ധിച്ച് കേൾക്കണം. നിന്റെ മേളിൽ നിൽക്കുന്ന മേഘം നിന്റെ കാരണം മാറിപ്പോകല്ലേ. നിന്റെ ഭവനത്തിൽ ദൈവഹിതമില്ലാത്തൊരു ചർച്ച ഉണ്ടാകല്ലേ. സന്തോഷമുണ്ട് കരമടിച്ചു ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കണം. ഞാൻ ദൈവത്തെ ഭയത്തോടെ രാത്രി സേവിക്കുകയാണ്. ഹല്ലേലൂയ. അനിപ്പോ മേഘം മാറിയാൽ എന്നാ പാസയത്തിന്റെ വലിയ വിഷയമൊന്നുമില്ല. മിരിയാൻ കുഷ്ഠമായി പോയി. മനസ്സിലാകുന്നുണ്ടോ? ചാപിള്ള പോലായി. അവളെ കൂടാരത്തിൽ നിന്ന് വെളിയിൽ ചാടിച്ചു പാളയത്തിന് പുറകെ കൊണ്ട് അടിച്ചിട്ടു. നീയായിട്ട് നിനക്ക് ദോഷമൊന്നും വരുത്തി വെക്കാതിരിക്കാൻ മേഘം പോന്നെ ഒന്നും ചർച്ചയ്ക്കെടുക്കരുത്. സന്തോഷമുണ്ട് ഒരല്ലേലൂയ പറയണം. നീ വിശ്വാസിയാകട്ടെ, പാസ്റ്ററാകട്ടെ, വലിയ പാസ്റ്ററാകട്ടെ, ചെറുതാകട്ടെ, അവിടുത്തെ മഹാപുരോഹിതനായ അഹരോനാകട്ടെ, വർഷിപ്പ് ലീഡ് ചെയ്യുന്ന മിരിയാമാകട്ടെ, നീ ദൈവഹിതമില്ലാത്തത് കൂടാരത്തിൽ പറഞ്ഞാൽ മേഘത്തിൽ നിന്ന് കൂടാരത്തിൽ നിന്ന് മേഘം മാറും. ഇന്ന് രാത്രി നീ ഒന്ന് തീരുമാനിച്ച് എന്റെ കൂടാരത്തിൽ നിന്ന് മേഘം പോകത്തില്ലെന്ന് വിശ്വസിക്കുന്നവര് നന്നായി കരമടിച്ച് ദൈവത്തെ ആരാധിക്കണമേ. സഭയുടെ മീതെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. 30 പേര് അഭിഷേകം പ്രാപിച്ചവരും 35 പേര് പ്രാപിക്കാത്തവരും അല്ലായിരുന്നു. എല്ലാരും മേഘത്തിൻ കീഴിലായിരുന്നു. അതാ ആദിമസഭ. ഒരല്ലേലൂയ പറയണം. എല്ലാരും മേഘത്തിൻ കീഴിലായിരുന്നു. 2, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും സ്നാനപ്പെട്ടവരായിരുന്നു. പിന്നെ എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. അടുത്ത വാക്യം, മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന്. എല്ലാരും കഴിച്ചത് ഒരേ ആത്മീയ ആഹാരമാണ്. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചത് ഒരേ ആത്മീക പാനീയമാണ്. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അടുത്തത്, എങ്കിലും അവർ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഒരു കൃപാവരത്തിന് കുറവില്ലാത്ത സഭയോട് പൗലോസ് പറയാണ്, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇത് പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് ദൃഷ്ടാന്തമായി എഴുതിയിരിക്കുന്നു. അടുത്ത വാക്യം ഒന്ന് വായിച്ചോ വേഗത്തിൽ. എങ്കിലും അവർ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി എന്നെ ഒന്ന് നോക്കണേ. ഏത് കൈ കൊണ്ട് രക്ഷിച്ചോ, ഏത് കൈ കൊണ്ട് വീണ്ടെടുത്തോ, ഏത് കൈ കൊണ്ട് അടിമനുഖം ഒടിച്ചു കളഞ്ഞോ, ആ കൈ കൊണ്ട് മരുഭൂമി തള്ളിയിട്ടു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവം ചെയ്യുമോ? രക്ഷിച്ച കൈ കൊണ്ട് മരുഭൂമി തള്ളിക്കളയുമോ? വീണ്ടെടുത്ത കൈ കൊണ്ട് മരുഭൂമി തള്ളിക്കളയുമോ? നിങ്ങൾ പിന്നെ മറുപടി പറഞ്ഞാൽ മതി. പക്ഷെ രക്ഷിച്ച കൈ കൊണ്ട് മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. എങ്ങനെയാണ് രക്ഷിച്ചത്? എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. വടിയുടെ അറ്റം മുക്കിയപ്പോൾ നൈൽ നദി എല്ലാം കൂടെ രക്തമായതാണോ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന് കാരണമായേ? അല്ല. വടി നിലത്തോട്ട് മുട്ടിയപ്പോൾ ഈ പൂഴിയെല്ലാം കൂടെ പേനായതാണോ ഇസ്രായേലിന്റെ വിടുതല്? ഒന്നുകൂടെ കൈ ചൂണ്ടിയപ്പോൾ മണ്ണെല്ലാം കൂടെ തവളയായതാണോ? അതോ കൽമഴ പെയ്തതാണോ? അതോ ദേഹത്ത് പുണ്ണുണ്ടായതാണോ? ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ഇതൊന്നുമല്ല വീണ്ടെടുത്ത കേട്ടോ. ഇതിനെല്ലാം കൂടെ പാവം മോശം ഒന്ന് കൈ നീട്ടുകയോ ഒന്ന് വടി നീട്ടുകയോ ഒന്ന് മടി മുട്ടുകയോ ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത്ഭുതങ്ങൾക്കൊന്നും വലിയ കഷ്ടപ്പാടില്ല. സ്വത്രം പറഞ്ഞില്ല. നൈൽ നദി എല്ലാം കൂടെ രക്തമാകാൻ വടിയൊന്നും തൊട്ടാൽ മതി. പക്ഷെ വീണ്ടെടുത്തത് വടി തൊട്ടല്ല, മാറ്റിക്കെട്ടിയ കുഞ്ഞാടിന്റെ രക്തം തളിച്ച. നല്ല സ്വോത്രം പറയണം. ഇന്ന് രാത്രി വീണ്ടെടുപ്പിന് വിലയുണ്ട് കേട്ടോ. അത്ഭുതത്തിന് വലിയ വിലയൊന്നും വേണ്ട. അഭിഷക്തൻ ഒരു വാക്ക് പറഞ്ഞാൽ അത്ഭുതമാണ്, അവന്റെ വടി ചലിച്ചാൽ അത്ഭുതമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതുകൊണ്ട് നീ ഇന്ന് രാത്രി അത്ഭുതങ്ങളുടെ പുറകെയല്ല പോകേണ്ടത്, വീണ്ടെടുപ്പിന്റെ വിലയറിഞ്ഞ ദൈവത്തെ ആരാധിക്കേണ്ടത്. എത്ര പേർക്ക് അറിയാം ഇന്ന് രാത്രി എന്റെ വീണ്ടെടുപ്പിന്റെ പിൻപിൽ ഒരു വിലയുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അതാ പൗലോസ് പറഞ്ഞ ഇത്ര വലിയ രക്ഷ. പഴയ നിയമസഭ കഷ്ടതയുടെ നടുവിൽ കരഞ്ഞപ്പോൾ കഷ്ടത കണ്ടു, നിലവിളി കേട്ടു എന്ന് പറഞ്ഞ് ദൈവം ഇറങ്ങി വന്നു. പക്ഷെ പുതിയ നിയമസഭയെ ഉയർത്തെടുക്കാൻ സാക്ഷാൽ പുത്രൻ ഇറങ്ങി വന്നു. എന്നിട്ട് 10 കുഷ്ഠരോഗി യൂണിയനായിട്ട് വന്ന് സൗഖ്യം പ്രാപിച്ചതല്ല നമ്മുടെ വീണ്ടെടുപ്പ്. 5 അപ്പം മേളിലോട്ട് പൊക്കി വാഴ്ത്ത് 5000 പേർക്ക് കൊടുത്തതല്ല നമ്മുടെ വീണ്ടെടുപ്പ്. ഹല്ലേലൂയ. കാറ്റും കടലും ശാസിക്കപ്പെട്ടതല്ല നമ്മുടെ വീണ്ടെടുപ്പ്. 6000 ഭൂതമുള്ളവരെ സൗഖ്യമാക്കിയതല്ല നമ്മുടെ വീണ്ടെടുപ്പ്. നമ്മുടെ വീണ്ടെടുപ്പ് ഗദസമനം മുതൽ ഗാഗുൽത്ത വരെ രക്തം ചൊരിഞ്ഞതാ. ഇന്ന് രാത്രി നീ സ്നേഹിക്കേണ്ടത് ചെറിയ സൗഖ്യത്തെ അല്ല കേട്ടോ. നീ സ്നേഹിക്കേണ്ടത് നിനക്ക് വീണ്ടെടുക്കുവാൻ മറുവിലയാഗമായി രക്തം കൊടുത്ത എന്റെ യേശുവിനെയാ. സന്തോഷമുണ്ടെങ്കിൽ കരമടിച്ചു ദൈവത്തെ ആരാധിച്ചേ. സഭ ഇന്ന് രാത്രി ആരാധിക്കേണ്ടത് സ്വർഗം വെടിഞ്ഞിറങ്ങി വന്ന് നിന്നെ വീണ്ടെടുത്ത യേശുവിനെയാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടെടുപ്പിന് ചെലവായത് ഗദസമന മുതൽ ഗാഗുൽത്ത വരെ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്നാണ് സഭയെ വീണ്ടെടുത്തത്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗി സൗഖ്യമാകും. അതെന്റെ മിടുക്കൊന്നുമല്ല, ഈ വചനത്തിന്റെ ശക്തിയാണ്. യേശുവിന്റെ നാമമല്ലേ പ്രസംഗിക്കുന്നത്? ആ നാമത്തിന്റെ ശക്തിയിൽ രോഗി സൗഖ്യമാകും, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും, വഴികൾ തുറക്കും. പക്ഷെ അതെല്ലാം താൽക്കാലികമായ കാര്യങ്ങളാണ്. പക്ഷെ നീ ആരാധിക്കേണ്ടത് നിന്റെ വീണ്ടെടുപ്പിന്റെ വിലയോർത്ത. സന്തോഷമുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശു നിനക്ക് വേണ്ടി സഹിച്ച കാൽവറി യാഗത്തിന്റെ വിലയറിഞ്ഞ് കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. സഭ എപ്പോഴൊക്കെയോ മറന്നുപോയത് കാൽവറിയിലെ സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആരുടെയും കുഴപ്പമല്ല. ബാക്കി എന്തോ വെള്ളം പ്രസംഗിച്ചോ, ഒരു വിരോധവും ഇല്ല. ക്രിസ്മസ് നടത്തിക്കോ, വീടും വരെയും റോഡും മുഴുവൻ നക്ഷത്രം കെട്ടിക്കോ, അതിനൊന്നും അവനെതിരില്ല. പക്ഷെ ക്രിസ്തു മസ് എന്ന് എഴുതരുത്, എക്സ് മക്സ് എന്ന് എഴുതാവുള്ളൂ. ഹലോ, ക്രിസ്തു എന്ന് എഴുതുമ്പോഴേ അവന് ചൊറിച്ചിലുള്ളൂ. നിങ്ങൾ എന്നോട് പറയണേ. സ്റ്റേജിൽ കയറി 150 സങ്കീർത്തനം വായിച്ച് 150 ഞായറാഴ്ച പ്രസംഗിച്ചു, അവനൊരു വഴക്കുമില്ല. കാട്ടി പോയ കാര്യമോ, കാട്ടിൽ നിന്ന് വന്ന കാര്യമോ, സിംഹത്തെ കൊന്ന കാര്യമോ, കരടിയെ കൊന്ന കാര്യമോ, ഗോലിയാത്തിനെ എറിഞ്ഞ കാര്യമോ, എന്തോ അവന് വിരോധമില്ല. ക്രിസ്തുവിനെ ഉയർത്തരുത്. ഇന്ന് രാത്രി ഞാൻ വന്നത് ഒരു പഴങ്കഥ പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിക്കാനല്ല, ക്രിസ്തുവിനെ ഉയർത്താനാണ്. യേശു പറഞ്ഞു, മനുഷ്യപുത്രനെ ഉയർത്തിയാൽ ഇന്ന് രാത്രി ഞാൻ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കുന്നു പറഞ്ഞെങ്കിൽ ഈ രാത്രി ഈ മൈതാനത്ത് ഉയരേണ്ടത് മറ്റൊരു നാമമല്ല, സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ സകല മുഴങ്കാലും ഒരുപോലെ മടങ്ങുന്ന നസറേനായ യേശുവിന്റെ നാമം. ഹല്ലേലൂയ. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാൻ കേട്ടോ. പത്രോസിനെയും ശിഷ്യന്മാരെയും എല്ലാം വിളിച്ചു ചോദിച്ചു, മനുഷ്യപുത്രനെ ആരെന്നാ പറയുന്നത്? അവർ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതൊന്നും ഞാനിവിടെ പറയുന്നത്. ഏറ്റവും പത്രോസ് പറഞ്ഞു, ഞാൻ പറയാം, നീ ജീവനുള്ള ആരാ? കേട്ടില്ല. അത് ജീവനുള്ളവർ പറയേണ്ട പദമാണ്. ജീവനുള്ള നമ്മുടെ യോഗ്യത അതല്ലേ. അവൻ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു, അവൻ ജനിച്ചു കഴിഞ്ഞുണ്ടായിരുന്നു, അവൻ മരിച്ചു കഴിഞ്ഞുണ്ടായിരുന്നു, അവൻ ഇന്ന് രാത്രിയിലും ഉണ്ട്.
അങ്ങനെ ഒരു ദൈവമേ ഉള്ളതേ. അതുകൊണ്ട് അവന്റെ പേര് ജീവനുള്ള ദൈവമെന്ന. ഹല്ലേലൂയ. ലോകത്തിൽ ആരെങ്കിലും ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പുസ്തകം പറയുന്നു അവൻ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. അവൻ ജനിച്ചു കഴിഞ്ഞുണ്ടായിരുന്നു. അവൻ മരിച്ചു കഴിഞ്ഞുണ്ടായിരുന്നു. ഇന്ന് രാത്രി അവനുണ്ട്. അവന്റെ പേര് ജീവനുള്ള ദൈവമെന്ന. കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ഇന്ന് രാത്രി അവൻ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവൻ ജീവനുള്ള ദൈവമാ. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാന്ന് പറഞ്ഞു. യേശുവിനെ ക്രിസ്തു എന്ന് പറയും. താക്കോൽ എടുത്ത് കൈ കൊടുത്തു. സ്തോത്രം. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നീ ഭാഗ്യവാനാടാ, നീ ഭാഗ്യവാനാ. ദേ ഈ താക്കോൽ പിടിച്ചു. നീ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴി, നീ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടും. എപ്പോഴാണ് അധികാരത്തിന്റെ കൈമാറ്റം നടന്നേ? യേശുവിനെ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ. ഒരു ഹല്ലേലൂയ പറയണം. നിന്റെ നാവിൽ രാത്രി ക്രിസ്തു ഉയരണം കേട്ടോ. ക്രിസ്തു ഉയർന്ന നീ ഒരു അധികാരമുള്ള വ്യക്തിയായി മാറുക. നിന്റെ ഭവനത്തിൽ, നിന്റെ ആരാധനയിൽ, നിന്റെ ശുശ്രൂഷയിൽ ക്രിസ്തു ഉയരട്ടെ. ക്രിസ്തു ഉയർന്നാൽ നീ കെട്ടിയാൽ സ്വർഗം കെട്ടിയിരിക്കും. വിശ്വസിക്കുന്നവര് മാത്രം ഇതിനകത്ത് ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ അതോറിറ്റി മാറുകയാ, നിന്റെ അധികാരം മാറുകയാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എന്ത് സംഭവിച്ചു? മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. കഴിക്കുന്നത് സ്വർഗത്തിലെ മന്ന, കുടിക്കുന്നത് പാറയിലെ വെള്ളം, ധരിക്കുന്നത് ദൈവം കൊടുത്ത വസ്ത്രം. ഓരോ സെക്കൻഡ് വളരുന്നതനുസരിച്ച് വസ്ത്രം വളരുക. ചെരുപ്പ് അന്നിട്ടതാ, 40 വർഷം ഊരിയിട്ടില്ല. കാല് വളർന്നതനുസരിച്ച് ചെരുപ്പ് വളരുക. 2 ഇഞ്ചുള്ള കൊച്ചു കിട്ട ചെരുപ്പ് 40 വയസ്സായപ്പോൾ 15 വലിപ്പമായി. ചെരുപ്പും അത്രയായി. ഒരു ബലഹീനമില്ല. മൊബൈൽ മോർച്ചറിയില്ല, മൊബൈൽ മെഡിക്കൽ സ്റ്റോറില്ല. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഒരു ബലഹീനനും അവരിൽ ഇല്ല. പക്ഷെ അവർ മത്സരിച്ചു, അവർ പിറുപിറുത്തു, അവർ പരസംഗം ചെയ്തു, അവർ ദൈവത്തെ കോപിപ്പിച്ചു. മിക്ക പേരിലും ദൈവം 20 വയസ്സിന് മേളിൽ എണ്ണിയ 600,000-ൽ എണ്ണാത്ത 20 വയസ്സിൽ താഴെയുള്ള എണ്ണിയ 600,000 ഭാര്യമാര്, പ്രൈസ് ദി ലോർഡ്, ദാസിദാസന്മാര് എല്ലാം കൂടെ വരുന്ന വലിയൊരു സൈന്യം. പക്ഷേ 2 പേരെ അക്കരെ പോയുള്ളൂ. ഇന്ന് രാത്രി നമ്മൾ എത്ര പേര് പോകും? ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, നല്ല കാര്യമാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. പനി മാറാനും ചൊറി മാറാനൊന്നും അല്ല. അതെല്ലാം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് സൗഖ്യമാക്കും. ഏത് മാരക രോഗവും സൗഖ്യമാകും. അതിനെല്ലാം കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. പക്ഷെ ഇവിടെ സൗഖ്യമായിട്ട് നരകത്തിൽ പോകുന്നതിനെക്കാട്ടിൽ ഒരല്ലിയ പറയണം, ഇവിടെ സൗഖ്യമായില്ലെങ്കിലും ഇന്ന് രാത്രി നിന്റെ കൃപ എനിക്ക് മതിയെന്ന് കൊതിക്കുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തെ പരമാർത്ഥതയോടെ ആരാധിച്ച് ഈ രാത്രി ഒരു കഴുകൽ ഇവിടെ നടന്നേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവമക്കളുടെ കഷ്ടതയെക്കുറിച്ച് ഞാനൊരു 2 വാക്ക് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ മിസ്രൈമിൻ ഇസ്രായേല് രക്തത്തളി ആചരിക്കുന്നത് വരെയുള്ള വഴി വേറെ, രക്തത്തളി ആചരിച്ച് കഴിഞ്ഞാലുള്ള വഴി വേറെ. രണ്ടും 2 വഴിയാണ്. പ്രൈസ് ദി ലോർഡ്. നീ പോകേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. അതാ രക്ഷിക്കപ്പെട്ട ശേഷമുള്ള വഴി. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള വഴി അവൻ ബോധിച്ച വഴിയെ പോകുന്നു. അതിൻ്റെ അവസാനം മരണവഴി. അപ്പൊ ഈ ഇസ്രായേലിനും ഇസ്രൈമിലോട്ട് വരാനും ഇസ്രൈമിൽ നിന്ന് ഇസ്രായേലിലോട്ട് പോകാനും എല്ലാം കൂടെ ആയിട്ട് നല്ല ഒന്നാന്തരം നാഷണൽ ഹൈവേ ഉണ്ട്. എന്തോ നാഷണൽ ഹൈവേ? രാജവീതി. ഏതാ രാജവീതി? രാജാവിൻ്റെ വണ്ടി പോകുന്ന വഴി. എന്ന് പറഞ്ഞാൽ പറവോൻ്റെ രഥം കനാനിൽ ചെന്ന് യാക്കോബിനെ 70 പേരെയും കൂടെ അതേ കയറ്റി തിരിച്ച് മിസ്രൈമിൽ വന്ന റോഡില്ലേ, അതാ രാജവീതി. അങ്ങനെയാണ് അന്നത്തെ വെള്ളവര വരച്ച NH അവിടെ ഉണ്ട്. ഇവിടെ നിന്ന് വരണേ.
നമ്മുടെ റോഡെല്ലാം വീതി കൂട്ടിയില്ലെങ്കിൽ വെള്ളം വരയ്ക്കുമ്പോൾ എന്നെ ചാവുകയാണല്ലോ. നമ്മുടെ റോഡ് പണ്ടത്തെ റോഡ് തന്നെ, അതിന് വീതിയൊന്നും കൂടിയിട്ടില്ല. 2 സൈഡിൽ കൂടെ വെള്ളം വരച്ചപ്പോൾ റോഡ് എന്തായി? പ്രൈസറോ, രാഷ്ട്രകൈവിയായി. പ്രൈസറോ, എന്നിട്ട് വികസനമാണെന്നാണ് പറയുന്നത്. അത് നമ്മുടെ വിഷയമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്തും പറയട്ടെ. പക്ഷേ ഇവിടെ രാജാവിൻ്റെ വണ്ടി പോയി അവിടുന്ന് ആളുകളെ ഇവിടെ കൊണ്ടുവരുന്ന നാഷണൽ ഹൈവേ ഉണ്ട്. നമ്മുടെ ചേട്ടന്മാർ 10 കൂടെ കാലിച്ചാക്കുമായിട്ട് കരുതപ്പുറത്ത് ഇങ്ങോട്ട് വരാനും ചാക്ക് നിറച്ച് അങ്ങോട്ട് പോകാനും എല്ലാം ഉള്ള വഴിയുണ്ട്. പക്ഷെ ആ വഴി പണ്ടത്തെ വഴിയാണ്. രക്തത്തളി ആചരിക്കും വഴി തമ്പുരാൻ വരച്ചു. രക്തത്തളി ആചരിച്ചാൽ പിന്നെ തമ്പുരാൻ വരച്ച വഴിയെ കൂടെ നീ പോകാവുള്ളൂ. ആ വഴി വന്നപ്പോൾ ഇത്രയും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞില്ല. ഹല്ലേലൂയ. വന്ന വഴി 2 സൈഡിൽ പർവ്വതം, പുറകിൽ ആയുധധാരിയായ ഫറവോന്യ സൈന്യം, മുമ്പിൽ ചെങ്കടല്. കർത്താവേ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതല്ലേ, രക്തത്തളി ആചരിച്ചതല്ലേ, കുഞ്ഞാടിൻ്റെ മാംസ കൈപ്പിച്ചിലൂടെ ഭക്ഷിച്ചതല്ലേ, പിന്നെ ഞങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ വഴി അടഞ്ഞ്? തമ്പുരാൻ പറഞ്ഞ് പിറുപിറുക്കണ്ട, തുറന്നാ പോരെ. ഹലോ, നിന്റെ മുമ്പിൽ അടഞ്ഞ വഴി ഞാൻ തുറന്നാ പോരെ? ഞാൻ വരച്ച വഴിക്കകത്ത് പർവ്വതമുണ്ട്, ഞാൻ വരച്ച വഴിക്കകത്ത് ഫറവോന്യ വ്യാപാരമുണ്ട്, ഞാൻ വരച്ച വഴിക്കകത്ത് ചെങ്കടലുണ്ട്. ഇതൊന്നും കണ്ട് നീ പേടിക്കരുത്. നിനക്ക് റൂട്ട് വരച്ചത് ഞാനാണെങ്കിൽ സമയം വരുമ്പോൾ നിന്റെ പ്രശ്നം പരിഹരിക്കാൻ എനിക്കൊരു കൊച്ചു കാറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടവന് പ്രശ്നമില്ലെന്നല്ല, പ്രശ്നമുണ്ട്. പക്ഷെ ആ പ്രശ്നമെല്ലാം കൂടെ പരിഹരിക്കാൻ എൻ്റെ കർത്താവിന് കൊച്ചൊരു കാറ്റടിച്ചാൽ മതി. ഒരു ഹല്ലേലൂയ പറയണം. വെള്ളം കുടിക്കാനുള്ള പ്രസംഗമൊന്നുമില്ല. ഒരല്ലേലൂയ പറഞ്ഞാണ്ട് താങ്ക് യു പാസ്റ്ററെ, താങ്ക് യു പാസ്റ്ററെ. ഞാനൊരു 3 മണിക്കൂറൊക്കെ നിന്ന് പ്രസംഗിച്ചാലും വെള്ളം ഇതുവരെ കുടിച്ചിട്ടില്ല. യോഗത്തിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും, യോഗം കഴിഞ്ഞ് തരുവാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതുവരെ ക്ഷീണമൊന്നും ഉണ്ടായിട്ടില്ല. ഒരല്ലേലൂയ പറഞ്ഞേ. ഇങ്ങനെ സമയമുണ്ട് ഞാനങ്ങ് നിൽക്കും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയണം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പോൾ ഈ പ്രശ്നം എന്നോട് തീരാൻ കർത്താവിന് എന്തോ മതി? ഒരു കൊച്ച് കിഴക്കൻ കാറ്റ് മതി. 3 മണിക്കൂറേ അടിച്ചുള്ളൂ. അർദ്ധരാത്രിയിൽ കാറ്റടിച്ചു. കാറ്റടിച്ചപ്പോൾ ചെങ്കടൽ 2ആയി. പ്രഭാതയാമം എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി കഴിഞ്ഞ് 3 മണിക്കൂർ. പ്രഭാതയാമത്തിൽ യഹോവയായ ദൈവം അഗ്നിമേഘ സ്തംഭത്തിൽ നിന്നു, താഴോട്ട് നോക്കി ഫറവോനെയും കൂട്ടരെ മുക്കി. അപ്പം ഈ 3 മണിക്കൂറിനകത്ത് നടക്കേണ്ട വിടുതലെല്ലാം, ഒരു സ്തോത്രം പറയണം, നിന്റെ വിടുതലെല്ലാം കൂടെ നടക്കാൻ ദൈവത്തിന് ഒരു നാഴിക മതി. 12 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള സമയം കൊണ്ട് 30 ലക്ഷമല്ല 60 ലക്ഷം ഉണ്ടെങ്കിലും അക്കരെ കയറ്റിയിരിക്കും. സ്തോത്രം പറയണം, സ്തോത്രം പറയണം. ഇന്ന് രാത്രി വഴി വരച്ചത് അവനാണെങ്കിൽ വിടുതൽ ആ വഴിക്കകത്ത് അവൻ ഒരുക്കിയിട്ടുണ്ട്. നീ അതോർത്ത് ഭാരപ്പെടണ്ട, സന്തോഷമുണ്ട്. ഒരു ഹല്ലേലൂയ പറയണം. അക്കരെ കയറിയപ്പോൾ അതിനെക്കാട്ടി വലിയ പ്രശ്നം. ഈ ഉപദേശി പറഞ്ഞത് രക്തത്തളി ആചരിക്കണം, കുഞ്ഞാടിൻ്റെ മാംസം ഭക്ഷിക്കണം, ചെങ്കടലിൽ സ്നാനപ്പെടണം, അക്കരെ കയറണം, ദൈവത്തെ ആരാധിക്കണം, മരുഭൂമി പോയി ആരാധിക്കണം. അവർ അറിഞ്ഞ് ആരാധിച്ചു കേട്ടോ, അറിഞ്ഞ് ആരാധിച്ചു. അന്നത്തെ ഇതുപോലെ ഉപകരണമൊന്നുമില്ല. ആകെപ്പാടെ ഒരു തപ്പ് അമ്മമ്മയുടെ കയ്യിലുണ്ട്. തപ്പ് കൊട്ടി ഒറ്റ ആരാധന, ദീർഘമണിക്കൂർ ആരാധന കഴിഞ്ഞപ്പോൾ ദാഹിച്ചുടനെ വെള്ളം കുടിച്ച വെള്ളം വായും വയറും ഒരുമിച്ച് കഴിപ്പിക്കുന്നതായിരുന്നു. കയ്പായിട്ടല്ലേ കൃപയിലോട്ട് വന്നവൻ കുടിച്ച വെള്ളത്തിനകത്ത് വായും വയറും കൂടെ കഴിച്ചു. അപ്പോൾ തമ്പുരാനോട് ചോദിച്ചു, കർത്താവ് ഇതെന്തൊരു പരിപാടിയാണ്? തമ്പുരാൻ പറഞ്ഞു, നീ പിറുപിറുക്കാതെടാ, അതിൻ്റെ മറുപടി ഞാൻ കരയ്ക്ക് വെച്ചിട്ടുണ്ട്, നീ ഒന്നുകൂടെ കുടിച്ചേ. 2ാമത് കുടിച്ചപ്പോൾ മധുരമായി. ഇന്ന് രാത്രി ഏത് കയ്പ് ഒരു നിമിഷം കൊണ്ട് മധുരമാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഈ വരച്ച റൂട്ടിനകത്ത് അതൊക്കെ ഉണ്ട്. നീ അത് കണ്ട് പേടിക്കരുത്, സന്തോഷമുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിന്റെ മുമ്പിൽ, വീണ്ടെടുക്കപ്പെട്ടവന്റെ മുമ്പിൽ തമ്പുരാൻ വരച്ച റൂട്ടില് ക്യാൻസറുണ്ട്, ട്യൂമറുണ്ട്, ലുക്കേമിയുണ്ട്, വൈറൽ ഫീവറുണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പേടിക്കണ്ട. അതെല്ലാം ഒറ്റ കാറ്റടിച്ച് ഈ രാത്രി സൗഖ്യമാക്കി നിന്നെ അക്കരെ കടത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ആത്മാർത്ഥതയോടെ അക്കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ഇന്ന് രാത്രി വഴി വെട്ടിയവൻ അവനാണെങ്കിൽ അവൻ അക്കരെ കടത്താൻ മതിയായവനാ. ഹല്ലേലൂയ. നമ്മുടെ ചില പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടി ഒറ്റ നാഴിക കൊണ്ട് രാജ്യങ്ങളുടെ നിയമം മാറും. നിന്റെ കൊച്ചിൻ്റെ വർഷങ്ങളായി അടിക്കാതെ കിടക്കുന്ന വിസായോ അല്ലെ വർക്ക് പെർമിറ്റോ അല്ലെ PR അടിക്കാൻ രാത്രിയിലൊരു നിയമം നിനക്ക് വേണ്ടി രാജാവ് മാറ്റി. നേരം എടുത്തോ മന്ത്രിസഭ പറഞ്ഞു അത് കുഴപ്പമാണ്, ഉടനെ തിരിച്ചാക്കി. അതിനകത്ത് നിന്റെ അത് സീൽ വെക്കും. ആ നിയമം രാത്രി ഉണ്ടാക്കിയത് നിന്റെ കൊച്ചിന് വേണ്ടിയാണ്. അങ്ങനെയാണ് 3 മണിക്കൂറിനകത്ത് രാജ്യങ്ങൾക്കകത്ത് നിന്റെ തലമുറയ്ക്ക് വേണ്ടി വഴി തുറക്കും.
നീ അതൊന്നും ഓർത്ത് ഇതിനകത്ത് ഭാരപ്പെടണ്ട. വഴി തുറന്നിട്ട് നരകത്തിൽ പോകുന്നതിനെക്കാട്ടിൽ ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ ഞാൻ എന്തെല്ലാം പ്രതികൂലം വന്നാലും എൻ്റെ കർത്താവിനെ സ്നേഹിക്കുമെന്ന് ഉറപ്പുള്ളവര് ഇതത് നന്നായി ദൈവത്തെ സ്തുതിച്ചേ. എൻ്റെ പ്രിയരെ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇവരെ മിക്ക പേരെയും മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. അത് നമുക്ക് പ്രസംഗിക്കുന്ന PC ചെറിയാനും കേൾക്കുന്ന എൻ്റെ ശ്രോതാക്കൾക്കും നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചിരിക്കുക. ആ അധ്യായം തീരുമ്പോൾ, ആ പുസ്തകം തീരുമ്പോൾ സങ്കടം കൊണ്ടോ ദേഷ്യം കൊണ്ടോ എനിക്കറിയത്തില്ല, ആ മനുഷ്യൻ പറഞ്ഞു, മറനഥ അനാഥമ. മറനഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് വരുന്നു. അനാഥമ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. അത് പിന്നീട് ഭാവി കാലത്ത് സഭയുടെ ഒരു മുദ്രാവാക്യം പോലെയായി. ഒരു ഭക്തനെ കാണുമ്പോൾ കൈകൊടുത്ത് പറയും, അച്ഛാ മറനഥ. ഉടനെ അച്ഛൻ തിരിച്ചു പറയും, സ്നേഹിക്കാത്തോൻ ശപിക്കപ്പെട്ട അനാഥമ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അങ്ങനെ എഴുതി രണ്ടാം പുസ്തകത്തിലേക്ക് കയറിയപ്പോൾ ആ മനുഷ്യൻ, സമയം ഓടിപ്പോന്നല്ലോ, 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം വേഗം ഒന്ന് വായിച്ചു വിട്ടേരെ. 2 കൊരിന്ത്യർ 11-ന്റെ 1 മുതൽ 3 വരെ. നിങ്ങൾ എന്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളായിരുന്നു. അതേ, നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന്, പൗലോസിന്റെ പക്ഷക്കാരെ, അപ്പല്ലോസിന്റെ പക്ഷക്കാരെ, കേഫാവിന്റെ പക്ഷക്കാരെ, യേശുവിന്റെ പക്ഷക്കാരെ, നിഷ്പക്ഷക്കാരെ, ഞാൻ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവിന്റെ എരിയോടെ എരിയുന്നു. ഞാൻ നിങ്ങളെ, സഭയെ, ക്രിസ്തുവെന്ന ഏക പുരുഷന്. സഭയ്ക്ക് 2 പുരുഷന്മാരില്ല, 2 ലീഡേഴ്സ് ഇല്ല, 2 മധ്യസ്ഥരില്ല, 2 മണവാളന്മാരില്ല, ഒറ്റ മണവാളൻ, ഒറ്റ കാന്തൻ. ഓ ഹല്ലേലൂയ. ഇന്നത്തെ ദൈവത്തെ സ്തുതിക്കണമേ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ക്രിസ്തുവെന്ന ഏക പുരുഷന് പറഞ്ഞിട്ടെല്ലാരും കൂടെ, ശാരോങ്കാരിയായിട്ടല്ല, ഫുൾ ഗോസ്പൽ ചർച്ചോടുകാരിയായിട്ടല്ല, IPC ആയിട്ടല്ല, AG ആയിട്ടല്ല, നിർമ്മല കന്യകയായിട്ട്. നീ ഏത് ഡിനോമിനേഷൻ വരെ കൂടിക്കോ, എനിക്ക് പ്രശ്നമില്ല. ഡിനോമിനേഷൻ കൂടുന്നതനുസരിച്ച് ഞങ്ങളുടെ പ്രസംഗത്തിന്റെ ലിസ്റ്റ് കൂടുമല്ലോ. നമുക്ക് പ്രോഗ്രാം വേണ്ടേച്ചാ. ഹലോ, സഭ കൂടിക്കോട്ടെ. ഹലോ. പക്ഷേ ഞാൻ നിങ്ങളെ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായിട്ട് ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഉൾപ്പെടെ ഓർത്തോണം, വിവാഹ നിശ്ചയം കഴിഞ്ഞു. വിവാഹ നിശ്ചയം കഴിഞ്ഞു. ചേർക്കാൻ വരുന്നത് നിർമ്മല കന്യകയാണ്. ആരെയാണ്? എന്താ നിർമ്മല കന്യക? ഇവിടെ 4 പേരെ കാണാം. ഒന്ന് ഒരു യാഗാർപ്പ്, ഒരു കാർമികൻ. അത് പൗലോസായിട്ട് നിൽക്കുന്നത്. ഞാൻ നിങ്ങളെ, ഒരു കാർമികൻ. ഏകപുരുഷൻ ക്രിസ്തു, നിർമ്മല കന്യക സഭ, ഉപായത്താൽ ഹവ്വയെ ചതിച്ച സർപ്പം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 4 പേര് രംഗത്തുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയുന്നു. ഒരു കാർമികൻ പൗലോസ്, ഞാൻ നിങ്ങളെ. 2 ഏകപുരുഷൻ ക്രിസ്തു. 3 നിർമ്മല കന്യക സഭ. 4 ഉപായത്താൽ ഹവ്വയെ ചതിച്ച സർപ്പം. എന്താ സർപ്പം ചെയ്തത്? ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അതാ ഞാൻ ആദ്യം പറഞ്ഞ, ക്രിസ്തു അടിച്ചു ബാക്കി എന്ത് വെള്ളം പറഞ്ഞു? പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് ചൂരച്ചേട്ട് ചൂണ്ടിക്കിടന്നു. ആർക്കാ മണക്കം? സ്വർഗം ഇറങ്ങി വന്ന് തട്ടി ഉണർത്തി പിന്നെയും അടയും വെള്ളം കൊടുത്തു. ആർക്കാ സങ്കടം? പുള്ളി ആ ബലത്തിൽ 40 ദിവസം നിർത്താതെ ഓടി. ആർക്കാ സങ്കടം? 1.5 മണിക്കൂർ പ്രസംഗിച്ചോ?
ഹലോ, ഏലിശ മാവിട്ടു, പേച്ചൂര പറിച്ചിട്ട പായസല്ലേ മരണം മാറി. ആർക്കാ സങ്കടം? 2 മണിക്കൂർ പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് മുട്ടിന്റെ ഇടയിൽ തല വെച്ചിരുന്നു. കൂടെ നിന്നവൻ 7 പ്രാവശ്യം അങ്ങോട്ടോടി 7 ഇങ്ങോട്ടോടി. ഓടുന്നവൻ ഓടിക്കൊണ്ടിരിക്കും, പ്രാർത്ഥിക്കുന്ന മുട്ടയിരിക്കും. ഓടിയോന് കയ്യോളം മേഘം കണ്ടു, പ്രാർത്ഥിച്ചവൻ വലിയ മഴയുടെ മുടക്കം കേട്ടു. അതാ വ്യത്യാസം. സ്തോത്രം പറയണം. അത് 2 മണിക്കൂർ പ്രസംഗിച്ചു. ആർക്കാ പ്രശ്നം? ഏലിയാവ് ആഗാമിന്റെ രഥത്തിന് മുമ്പിൽ ഓടി. നീ പ്രസംഗിച്ചോ, അതിനെന്തോ കുഴപ്പം? ക്രിസ്തു എന്ന് പറയല്ലേ. പാട്ടിനകത്തും വരല്ല, പ്രസംഗത്തിനും വരല്ല. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സഭ ക്രിസ്തുവിനോടുള്ള, മണവാളനോടുള്ള, കാന്തനോടുള്ള, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശൂന്യക്കാരിയെ, എന്തുവാടി നീ ഉറക്കളച്ച് ഈ പട്ടിണി കിടന്ന് ഈ കാന്തന് വേണ്ടി കാത്തിരിക്കുക? എന്താ അവന് വിശേഷത? അവള് പറഞ്ഞു, എന്റെ കാന്തനോ, ഓ വർണ്ണിക്കാൻ എനിക്ക് നാക്കില്ല. അവൻ 1000ങ്ങളിൽ, അവൻ 10,000ങ്ങളിൽ, അവൻ വെണ്മയും ചുമപ്പും ഇടകലർന്ന സൗന്ദര്യമുള്ളവനാ. ഇന്ന് രാത്രി എന്നെ അവന്റെ പുറകെ ഒന്ന് വലിച്ചേ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നിന്റെ ഹൃദയത്തിൽ ഇന്ന് രാത്രി ക്രിസ്തു മാറിപ്പോകല്ലേ. സഭയ്ക്ക് പറ്റിയ അപജയം ക്രിസ്തുവില്ലാത്ത സഭയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി സഭയ്ക്ക് വേണ്ടി വില കൊടുത്ത് രക്തം കൊടുത്ത് ക്രിസ്തു സഭയ്ക്കകത്ത് ഉയരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാനല്ല പ്രശംസിക്കപ്പെടേണ്ടത്. 4-ാം അധ്യായം നമ്മൾ വായിച്ചല്ലോ. ലഭിച്ചതിനു മുമ്പേ ലഭിച്ചു കഴിഞ്ഞെന്നുള്ള ധാരണയിൽ അങ്ങ് പ്രശംസിക്കുക. അയ്യോ, മരണ വീട്ടിലൊക്കെ ചെന്നാൽ മരിച്ചവന്റെ പേരിനെക്കാട്ടി കൂടുതൽ അടക്കാൻ വന്നവന്റെ പേരാ പറയുന്നത്. കൺവെൻഷന് വന്നാൽ യേശുവിനെക്കാട്ടി കൂടുതൽ അധ്യക്ഷന്റെ പേരാ പറയുന്നത്. ഞാനൊന്നും എതിരല്ല, എന്നാലും ക്രിസ്തുവില്ലാതെ പോകരുത്. ഒരു സ്തോത്രം പറഞ്ഞ് നിന്റെ വീട്ടിൽ രാവിലെ ക്രിസ്തു എഴുന്നേൽക്കണം. വൈകിട്ട് നീ ഉറങ്ങുമ്പോൾ ക്രിസ്തു അവിടെ ഉണ്ടായിരിക്കണം. നിന്റെ തലമുറയ്ക്ക് കൈമാറുമ്പോൾ ക്രിസ്തുവിനെ കൈമാറണം. സന്തോഷമുള്ളവർ മാത്രം കരമടിച്ചു ദൈവത്തെ ആരാധിച്ച് സഭയ്ക്ക് അന്യപ്പെട്ടു പോയ ക്രിസ്തുവിന്റെ മഹത്വം ഇന്ന് രാത്രി സഭയ്ക്കകത്തേക്ക് മടങ്ങി വരേണ്ടതിന്. ഹല്ലേലൂയ. എന്തുവാ നിർമ്മല കന്യക? ഒറ്റവാക്കി ഞാൻ പറയാം. ഞങ്ങളുടെ ജനറൽ കൺവെൻഷനിൽ ഞാൻ പറഞ്ഞായിരുന്നു. എന്താ നിർമ്മല കന്യക? യാഗാർപ്പണയോഗ്യമായ വസ്തു, കുറ്റമില്ലാത്ത വസ്തു, നിർമ്മലമായതെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെല്ലാം പിടിച്ച് യാഗം കഴിക്കാനൊന്നും നോക്കത്തില്ല. കൊണ്ടുവന്നതിനെ യാഗാർപ്പകനെ ചോര ഒഴുകുന്ന കത്തിയുമായിട്ട് നിൽക്കുക യാഗപീഠത്തിന്റെ പറമ്പിൽ. പക്ഷെ യാഗപീഠത്തെ കയറ്റി യാഗപീഠത്തിൽ ചേർത്ത് കെട്ടി അതിനെ കണ്ടിക്കണമെങ്കിൽ അതിന് മുമ്പേ സൂക്ഷ്മമായി പരിശോധിക്കുന്ന പരിശോധനാ സംഘമുണ്ട്. അത് നല്ല വെറ്റിനറി ഡോക്ടർമാരെക്കാട്ടിൽ നല്ല പരിജ്ഞാനമുള്ള അറിവുള്ള ആളുകളാണ്. ആ പുരോഹിതന്മാർ വന്ന് ഈ കൊണ്ടുവന്ന യാഗമൃഗത്തെ നോക്കും. ദേഹത്ത് പുള്ളിയോ പാടോ കുഷ്ഠമോ വല്ലോ ഉണ്ടോ? കാലും കൈ ഉളുക്കിയതോ ഒടിഞ്ഞതോ ഞൊണ്ടോ വല്ലോ ഉള്ളതാണോ? ഊനമുള്ളതാണോ? മാംസപുഷ്ടിയുണ്ടോ? ചെവി കേൾക്കുന്നതാണോ? പല്ല് 32 വായിലുണ്ടോ? എൻ്റെ കൂടെ ഒന്ന് വരണേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തല മുതൽ വാല് വരെ പരിശോധിച്ച് അദ്ദേഹം വിളിച്ചു പറയും, നിർമ്മലമാ, നിർമ്മലമാ, ഹാക്കിനുയോ. പ്രൈസ് ദി ലോർഡ്. എബ്രായ പദത്തിൽ തമ്മീം എന്ന് പുരോഹിതൻ പറയുമ്പോൾ അവൻ വാള് കയ്യിലെടുക്കും. ആരാ? യാഗം കഴിക്കാനുള്ളവൻ. തമ്മീം എന്ന് പറഞ്ഞാൽ യാഗാർപ്പണ യോഗ്യം. ഗ്രീക്കിൽ ഹാക്കിനിയോ എന്ന് പറഞ്ഞാൽ യാഗാർപ്പണ യോഗ്യം എന്ന് പുരോഹിതൻ സർട്ടിഫിക്കറ്റ് സീല് ചെയ്താലേ യാഗപീഠത്തെ കയറ്റൂ. ആർക്കു വേണ്ടി എന്നറിയാമോ? ഗദസമന തോട്ടത്തിൽ വെച്ച് 2000 വർഷം മുമ്പേ ഒരു ഊനമില്ലാത്ത കുഞ്ഞാടിനെ അറസ്റ്റ് ചെയ്തു കേട്ടോ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്ന് ബലമായിട്ട് അറസ്റ്റ് ചെയ്തു.
അറസ്റ്റ് ചെയ്ത കുഞ്ഞാടിനെ 35 പരീശന്മാരപ്പുറത്ത്, 35 സദൂക്യരിപ്പുറത്ത്, നടുക്കൊരു മഹാപുരോഹിതൻ വേഷഭൂഷാദികൾ അണിഞ്ഞിരിക്കുമ്പോൾ 71 അംഗ സംഘത്തിന് മുമ്പിൽ, ന്യായാധിപ സംഘത്തിന് മുമ്പിൽ ഈ കുഞ്ഞാടിനെ കൊണ്ടു നിർത്തി. അവരൊന്നിച്ചു പറഞ്ഞു, കുറ്റമില്ല, ഊനമില്ലാത്തതാ, യാഗപീഠത്തെ കയറ്റാൻ കൊള്ളാം. അതവർക്ക് വിശ്വാസമായില്ല. കയ്യപ്പാവിൻ്റെ അടുക്ക ചെന്നു. കയ്യപ്പാവ് പറഞ്ഞു കുറ്റമില്ല. ഹന്നാവ് പറഞ്ഞു കുറ്റമില്ല. പീലാത്തോസ് പറഞ്ഞു കുറ്റമില്ല. ഹേരോദാവ് പറഞ്ഞു കുറ്റമില്ല. പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു കുറ്റമില്ല. 30 വെള്ളിക്കാശ് എണ്ണി മേടിച്ചോ പറഞ്ഞു കുറ്റമില്ല. ഇതിനകത്ത് ദൈവത്തെ സ്തുതിക്കണമേ. ഊനമില്ലാത്ത നിർമ്മലയായ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. സന്തോഷമുള്ളവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കണമേ. ഇന്ന് രാത്രി സഭ 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 നിർമ്മലമായിരിക്കട്ടെ. സഭയുടെ വിശുദ്ധി അളക്കേണ്ടത് PC ചെറിയാനെ നോക്കിക്കൊണ്ടല്ല. സഭയുടെ വിശുദ്ധി അളക്കേണ്ടത് അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ. ഒന്ന് പറഞ്ഞേ, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ സഭ നിർമ്മലമായിരിക്കട്ടെ. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ സഭ വിശുദ്ധമായിരിക്കട്ടെ. നിർമ്മലമായ വിശുദ്ധയായ സഭയെ ചേർക്കാൻ കർത്താവ് വരാൻ പോകുക. സന്തോഷമുണ്ടെങ്കിൽ ഒരല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ ഈ രാത്രി നന്ദിയോടെ സ്തുതിക്കുകയാണ്. എൻ്റെ പ്രിയരെ, നമ്മൾ അതീവ ഗൗരവത്തോടെ ഇന്ന് രാത്രി ചിന്തിക്കേണ്ടതാണ്. സമയം ഓടിപ്പോകുന്നത് കൊണ്ട് എന്നോട് നമ്മുടെ തമ്പിച്ചാൻ ഒരു സമയം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് നിർത്താൻ വേണ്ടി മെച്ചപ്പെടുകയാണ്. പിന്നെ ഈ ആവിയും പിടിച്ച് അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലെങ്കിലും ഒരു 5 മിനിറ്റ് കൂടെ നിങ്ങൾ കേൾക്കണം കേട്ടോ. തുടങ്ങിപ്പോയില്ലേ? പിന്നെ നമ്മുടെ ഇപ്പോഴെല്ലാം പവർ ബ്രേക്ക് ആയിട്ട് പിടിക്കുന്നത് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് സന്തോഷമാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എന്തിനാണ് എല്ലാം വിട്ടിറങ്ങി? മിസ്രൈമിലെ നിക്ഷേപങ്ങളെ വേണ്ടെന്ന് വെച്ച എന്തിനാണ്? സ്തോത്രം. ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണിത് എന്തിനാണ്? ഹല്ലേലൂയ. അമ്പരചുംബിയായ മനോഹരമായ ദേവാലയങ്ങളും നല്ല മനോഹരമായ സ്കൂളുകളും കോളേജുകളും ടൈൽസ് ഒട്ടിച്ച ഗ്രാനൈറ്റിന്റെ ശവക്കോട്ടകളും ഒക്കെ വിട്ടിട്ട് നമ്മൾ എന്തിനാ ഇറങ്ങിയേ? ഒറ്റ ലക്ഷ്യം. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായിട്ട് ഉയർക്കും. ഉയർക്കുന്ന കൂട്ടത്തിൽ എൻ്റെ മണവാളിനെ എതിരേൽക്കാൻ ഞാനും ഉണ്ടായിരിക്കും എന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി എൻ്റെ പ്രിയമുള്ളവരെ, ഇവിടെ 2 വർഷത്തെ ഒരു അധികാരം കിട്ടാൻ വേണ്ടി എന്തെല്ലാം ബഹളമാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചേ, അധികാരം കൊണ്ട് കൃപ വന്നവനാണ് പൗലോസ്. അവന്റെ കയ്യിൽ അധികാര പത്രം ഇരിക്കുക. സ്വതന്ത്രം പറയണം. വന്നു കഴിഞ്ഞ് പുള്ളി അധികാരത്തിൽ വന്നതല്ല, അധികാര പത്രവും കൊണ്ട് അധികാരത്തിൽ കൃപ വന്നേ. പക്ഷെ പുള്ളി ആദ്യം ചെയ്തത്, ക്രിസ്തുവിനെ കണ്ടപ്പോൾ അധികാരപത്രം കൊണ്ട് കീറി ചവറിടുന്ന കൊട്ടയ്ക്കകത്തിട്ടു, ഗാർബേജ് തള്ളി, വേസ്റ്റ് എടുത്തിട്ട് പറഞ്ഞു, ഇതെല്ലാം എൻ്റെ ക്രിസ്തു നിമിത്തം ഞാൻ ചവറെണ്ണുകയാ. ഒരു സ്തോത്രം പറയണം. ഈ രാത്രി ക്രിസ്തു നിമിത്തം ചിലതെല്ലാം വിടാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? ക്രിസ്തുവിനേക്കാൾ അധികം മറ്റൊന്നിനെ സ്നേഹിക്കാതെ കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ ആപത്തോ വാളോ ജീവനോ മരണമോ ഉയരമോ ആഴമോ ഇപ്പോൾ ഉള്ളതോ വരാനുള്ളതോ ഒരു ശക്തിക്ക് ഞാനും എൻ്റെ ആത്മമണവാളെ ക്രിസ്തുവും തമ്മിലുള്ള സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയത്തില്ലെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവർ രാത്രി പരമാർത്ഥതയോടെ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. നമ്മുടെ ആവേശം കുറയല്ലേ, നമ്മുടെ പ്രത്യാശ കുറയല്ലേ. ഇന്ന് രാത്രി ആത്മാർത്ഥമായി ദൈവകൃപയുടെ ആഴമേറിയൊരു പകർച്ച ദൈവമക്കൾ പ്രാപിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ വേഗം നിർത്തുകയാണ്. സഭയ്ക്ക് എവിടെയോ കൈമോശം വന്നുപോയ പ്രത്യാശ, തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്ന പ്രത്യാശ, നമ്മുടെ നങ്കൂരമായിരിക്കുന്ന പ്രത്യാശ ഈ രാത്രി ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ തയ്യാറുണ്ട്. ഹല്ലേലൂയ. പണ്ടൊക്കെ എന്നോ പ്രത്യാശയായിരുന്നു, എങ്ങനെങ്കിലും ഒരു വെള്ളിയാഴ്ച വരാൻ, എങ്ങനെങ്കിലും ഒരു ഞായറാഴ്ച വരാൻ ഭക്തന്റെ ആവേശമാണ്. പ്രൈസ് ദി ലോർഡ്.
അന്ന് വെള്ളിയാഴ്ച എല്ലാവരും യോഗത്തിന് വരും. ഞായറാഴ്ച യോഗത്തെക്കാട്ടി പ്രാധാന്യം. ആരാധനയ്ക്ക് എല്ലാവരും സമയത്ത് വരും. വന്നോ ഇങ്ങനെ മുട്ടയിലങ്ങിരിക്കുക. ഇത് വലിയ പ്രത്യാശയാണ്. പാട്ടൊന്നും ആരും തുടങ്ങണ്ട, അങ്ങ് പാടുക. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ. ആ പാട്ടം കൊണ്ട് നിൽക്കുമ്പോഴത്തേന് അടുത്ത ആള് പാടി, കാന്തനെ കാണുവാൻ ആർത്തി വാളേരുന്നേ. ഒരലി പറഞ്ഞേ, അത് നിർത്താത്ത താമസം കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന പ്രൈസലോ. ഇപ്പൊ അതെല്ലാം പോയിട്ട് എന്നോ ചെയ്യാന്, ഇനി എന്നോ പറയാന് ഇറങ്ങിപ്പോയില്ലേ? ഹലോ, സഭ ഒരു പരുവത്തിലാക്കിയില്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ പറയും, ഇനി എന്നോ ചെയ്യാന്, അല്ല ഇനി എന്നോ ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്. ഓ പ്രിയരെ, ദർശനം നഷ്ടപ്പെടല്ല. മൂന്നാം സ്വർഗത്തിൽ പോയിട്ട് വന്നൊരു ഭക്തൻ പറഞ്ഞു, നിൽക്കുന്നത് തോന്നുവാൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചോണം. വെറും തോന്നലാ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചോണം. എനിക്കിപ്പോൾ ഒരാഗ്രഹമേ ഉള്ളൂ. എൻ്റെ ആഗ്രഹം എനിക്ക് അവനിൽ അങ്ങ് ഇരിക്കണം. എനിക്കിതുവരെ അറിഞ്ഞതിനേക്കാൾ ഒന്നുകൂടെ അവനെ അങ്ങ് അറിയണം. എനിക്ക് അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയൊന്ന് പ്രസംഗിച്ചു വിടാൻ വയ്യ, അനുഭവിച്ചറിയണം. പോരാ, എനിക്ക് അവൻ്റെ മരണത്തോടങ്ങ് അനുരൂപപ്പെടണം. എന്നിട്ട് വല്ല വിധേനയും, നിങ്ങളെല്ലാവരും പറഞ്ഞേ, വല്ല വിധേനയും ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എനിക്കൊരു പുനരുത്ഥാനം പ്രാപിക്കണം. കൊതിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിച്ച്. മറ്റൊരാഗ്രഹം എനിക്കില്ല. ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആത്മാവുള്ള ദൈവമക്കൾ അഭിഷേകത്തോടെ ഒരു നിമിഷം അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാരാധിച്ച് വല്ലഭിതേനെ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കർത്താവിനെ സ്നേഹിക്കാത്തവനെല്ലാം, നീ ആരാധനയ്ക്ക് വരുന്നെങ്കിൽ വന്നില്ലെങ്കിൽ ഉപദേശി എന്നോ പറയും എന്ന് വിചാരിച്ചു വരല്ലേ. ഉപദേശി ഒന്നും പറയത്തില്ല. എന്നാച്ചാ വരാഞ്ഞ്? വന്നില്ലെന്നേ ഉള്ളൂ, പ്രശ്നം തീർന്നു. പ്രൈസ് ദി ലോർഡ്. നീ വരുന്നെങ്കിൽ കർത്താവിനോട് സ്നേഹം ഉണ്ടേ വന്നാൽ മതി. നീ ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ പാടുന്ന കുഞ്ഞുങ്ങൾ ആവേശം കാണിച്ചെന്ന് നിങ്ങൾ പാടണ്ട. കർത്താവിനോട് സ്നേഹം ഉണ്ടേ പാടിയാൽ മതി. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആരും കൈയടിക്കണ്ട. കർത്താവിനോട് സ്നേഹം ഉണ്ടേ കൈയടിച്ചാൽ മതി. ഹലോ, നീ ആരാധിക്കുന്നെങ്കിൽ ഞങ്ങൾ ആവേശം കൊള്ളിച്ച് നീ ആരാധിക്കണ്ട. കർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ നീ ആരാധിച്ചാൽ മതി. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉള്ളത്തിൽ കർത്താവിനോട് സ്നേഹമുണ്ട്? ഹല്ലേലൂയ. ഈ സ്നേഹത്തിൽ നിന്നെ വേർപിരിക്കാൻ നീ അനുവദിക്കരുത്. ഇന്ന് രാത്രി ഉപായത്താൽ സർപ്പം ഹവ്വയെ ചതിച്ചതുപോലെ നിന്നെ ചതിക്കുന്ന ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എല്ലാം ഒന്ന് എറിഞ്ഞു കളഞ്ഞിട്ട് ക്രിസ്തുവിനോട് പറ്റിച്ചേരുവാൻ എല്ലാവരും ഒരു നിമിഷം ചേർന്ന് ഹല്ലേലൂയ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി അകത്തെ മനുഷ്യൻ പൂർവാധിക ശക്തിപ്പെടട്ടെ. ദൈവകൃപയുടെ ഒരു പകർച്ച ജനത്തിന്മേൽ പകരപ്പെടട്ടെ. നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ. ഹല്ലേലൂയ. ഞാൻ ഓടിയതും ഞാൻ അധ്വാനിച്ചതും എല്ലാം വൃഥാവായി പോയെന്ന് കർത്താവിന്റെ നാളിൽ പറയാതിരിപ്പാൻ ഇന്ന് രാത്രിയിൽ ഒരു സ്ഥിരതയുള്ള ഓട്ടത്തിനായി എല്ലാവരും ഒന്ന് ഏൽപ്പിച്ച് ആരാധിച്ച് മൗനമായിരിക്കണ്ട. നിന്റെ അതരമൊന്ന് തുറന്നേ. ഞാൻ ഒരു ദൂത് പറയാ. നീ വാ തുറന്നാൽ നിന്റെ വഴി ദൈവം തുറക്കും. നീ ആത്മാവിൽ അതരം തുറന്നാൽ നിന്റെ സകല വഴികൾ ഇന്ന് രാത്രി കർത്താവ് തുറക്കും. സന്തോഷമുള്ളവർ ചേർന്ന കരമൊന്നടിച്ച് ആത്മാവിൽ പ്രതികരിച്ച് ഇതൊരു അനുഗ്രഹത്തിന്റെ രാത്രിയോ.
പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ കാണുന്ന സകല സംഭവങ്ങൾ ഒരു കാര്യം വിളിച്ചറിയിക്കും. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ മടങ്ങി വരുമെന്ന് ദൂതൻ പറഞ്ഞത് ഈ ദിനങ്ങളിൽ സംഭവിക്കാൻ പോകുകയാ. അവൻ വരുന്നത് നിർമ്മല കന്യകയെ ചേർക്കാനാ, കാന്തയായ വിശുദ്ധ മണവാട്ടിയെ ചേർക്കാനാ. ഇന്ന് രാത്രി കറ, ചുളുക്കം, വാട്ടം, മാലിന്യം എല്ലാം ഇല്ലാതെ ഒരു നിഷ്കളങ്ക മണവാട്ടിയാകുവാൻ കൊതിക്കുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. ഒരു നിർമ്മല കന്യകയാക്കണേ, ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ രക്തത്താൽ ഒന്ന് കഴുകട്ടെ. യേശുവിന്റെ രക്തം നിന്റെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതാകയാൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ആ രക്തത്താൽ ഒരു കഴുകൽ ഇവിടെ സംഭവിക്കട്ടെ. ജീസസ്. നമുക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞൊന്ന് പാടി ഒരു 5 മിനിറ്റ് ആരാധിച്ചിട്ട് വേണം പോകാൻ. ഇതൊരു അസാധാരണ വിടുതലിന്റെ രാത്രിയാണ്. ഹല്ലേലൂയ. നിന്റെ നാവുകൾ ശുദ്ധീകരിക്കപ്പെടട്ടെ, നിന്റെ മനസ്സുകൾ ശുദ്ധീകരിക്കപ്പെടട്ടെ, നിന്റെ ചിന്തകൾ ശുദ്ധീകരിക്കപ്പെടട്ടെ, നിന്റെ ജഡം ശുദ്ധീകരിക്കപ്പെടട്ടെ. പാപപങ്കുലമായ എല്ലാം ഇന്ന് രാത്രി നിന്നെ വിട്ട് ഓടി മാറട്ടെ. ഹല്ലേലൂയ. അവർക്ക് ഭവിച്ചത് നമുക്ക് ഭവിക്കാതിരിപ്പാൻ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ഈ മരുഭൂമി യാത്രയിൽ നീ തള്ളപ്പെട്ടു പോകാതിരിപ്പാൻ പ്രിയന്റെ മേൽ മരുഭൂമിയിൽ ചാരിക്കൊണ്ടുവരുന്നു. ഇവൾ ആര് എന്ന് പാട്ടുകാര് ചോദിച്ച പോലെ ഇന്ന് രാത്രി നമുക്ക് അവന്റെ മേൽ ചാരിക്കൊണ്ട് നിൽക്കുവാൻ അവൻ എന്നോട് പറ്റിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ഒന്ന് പറ്റിച്ചേർന്നിരുന്നേ. യേശു നിലവിളിച്ചത്, യെരൂശലേമേ, യെരൂശലേമേ, നിന്നെ ഒന്ന് ചേർത്ത് നിർത്താൻ, നിന്നെ ഒന്ന് ചേർത്ത് നിർത്താൻ, എന്റെ ചിറകിന്റെ മറവിലൊന്ന് മറയ്ക്കാൻ ഞാൻ എത്ര വട്ടമായി കാത്തിരുന്നു, നിനക്കതിന് മനസ്സായില്ല. ഇന്ന് രാത്രിയിൽ ആ ചിറകിന്റെ മറവിൽ ഒന്ന് അഭയം പ്രാപിക്കാൻ കൊതിക്കുന്നവര് ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ആ 2 കരം ഉയർത്തിപ്പിടിച്ചേ. അസാധാരണമായ ഒരു ദൈവ കൃപ ഇതിനകത്ത് നിങ്ങളുടെ മേൽ പകരപ്പെടട്ടെ. ഓ ജീസസ്. നല്ല കർത്താവേ, ഞങ്ങളുടെ ആത്മമണവാള, സഭയുടെ കാന്തനെ, ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ അനുതാപത്തോടെ ഒരേറ്റുപറച്ചിലോടെ നിന്റെ അടുക്കലേക്ക് മടങ്ങി വരികയാണ്. ഞങ്ങളെ ഒന്നുകൂടെ സഹായിക്കണമേ. പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങളുടെ സഭകളിൽ തരണമേ. ആത്മഭാരമുള്ള ഒരു കൂട്ടം ജനത്തെ എഴുന്നേൽപ്പിക്കണമേ. പട്ടണത്തെ വിടുവിക്കണമേ, ദേശത്തെ വിടുവിക്കണമേ. ചിലരുടെ രക്ഷിക്കപ്പെടാനുണ്ടല്ലോ, ചിലരുടെ സ്നാനപ്പെടാനുണ്ടല്ലോ, ചിലരുടെ വേർപെടാനുണ്ടല്ലോ. ഞങ്ങൾ കാരണം അത് സംഭവിച്ചില്ല എന്ന് പറയാതിരിപ്പാൻ ഇന്ന് രാത്രി കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ പാദപീഠം ചേർന്ന് വരികയാണ്. ഞങ്ങളെ കറയില്ലാത്ത, കളങ്കമില്ലാത്ത ഒരു നിർമ്മല കന്യകയായി ഈ രാത്രി ഒന്നുകൂടെ ശുദ്ധീകരിക്കണമേ. അപ്പാ, രോഗമുള്ളവരുണ്ട്, ഇപ്പൊ സൗഖ്യമാക്കണം. രോഗാത്മാവ ശരീരങ്ങളെ വിട്ടുമാറണം. യേശുവിന്റെ നാമത്തിൽ ഇവരിപ്പോ സൗഖ്യമാകട്ടെ. വഴി അടഞ്ഞവരുണ്ട്, യേശുവിൻ നാമത്തിൽ വഴി തുറക്കപ്പെടട്ടെ. വെല്ലുവിളിച്ചിരുന്ന പൈശാചിക പോരുകൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഈ ജനം ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ നാമം ചൊല്ലി ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ഒരുമിച്ചൊരു നിമിഷം കരമടിച്ച്, എല്ലാ കരങ്ങളും അടിച്ച് We love you, Jesus.